ദൈവം ചരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-9. Genesis, the book of Genesis chapter 6 verses 8 and 9 and followed by Hebrews chapter 11 verse 7. എബ്രായ ലേഖനം 11:7 വായിക്കുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ. ആർക്കെങ്കിലും ഉൽപ്പത്തി പുസ്തകം എടുക്കാൻ അറിയത്തില്ലെങ്കിൽ ആ വീട്ടിലായിരിക്കുന്ന അപ്പനും അമ്മയും ആ കുഞ്ഞിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 6-ാം അധ്യായം 8-9 വാക്യം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പേജ് നമ്പർ 5. കാരണം സമയം കളയാനില്ലല്ലോ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ കിട്ടിയെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് കമോൺ ആമേൻ. യെസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-9. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശ പാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. വീണ്ടും നമ്മളത് പറയും. എല്ലാവരും ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഒറ്റയ്ക്ക് നടന്നില്ല. വീണ്ടും നോഹ ദൈവത്തോട് കൂടെ നടന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. എബ്രായ ലേഖനം 11:7 പേജ് നമ്പർ 231. എബ്രായ ലേഖനം പുതിയ നിയമത്തിൽ പേജ് നമ്പർ 231. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 7. എബ്രായ ലേഖനം 11-ാം അധ്യായം 7-ാം വാക്യം. കമാണ് ശബ്ദമുയർത്തി വായിക്കാം. ഈ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശി ആയി തീർന്നു. ഈ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: എ സ്പിരിച്വൽ വോയേജ്. ഒരു ആത്മീയ യാത്ര. കാരണം നോഹ ദൈവത്തോട് കൂടെ നടന്നു. എ സ്പിരിച്വൽ വോയേജ്, ഒരു ആത്മീയ യാത്ര. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പ്രോബ്ലി 30-35 വർഷങ്ങൾക്ക് മുമ്പ് രാവിലെ കേരളം ഉണരുന്നത് ആശ്വാസദായകൻ യേശു നയിക്കുന്ന ആത്മീയ യാത്രയിൽ പങ്കുചേരൂ എന്ന അനുഗ്രഹിക്കപ്പെട്ട ആ റേഡിയോ പ്രോഗ്രാം കേട്ടിട്ടാണ്. ഡോക്ടർ KP യോഹന്നാൻ അവരുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം തന്നെ ബലപ്പെടുത്തട്ടെ. ആ ദൈവദാസനും അദ്ദേഹത്തിൻ്റെ സ്തോത്രം ശുശ്രൂഷകൾക്കുമായി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. അദ്ദേഹം പതിനായിരക്കണക്കിന് ദൈവത്തിൻ്റെ ദാസന്മാർക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവരാജ്യത്തിന് വലിയ അനുഗ്രഹമാണ്. ഒരാൾ ചത്തുപോയിട്ടല്ല, ജീവനോടെ ഇരിക്കുമ്പോൾ കൊള്ളാം എന്ന് പറവാൻ എല്ലാ മലയാളികളും സ്തോത്രം അതെ പഠിക്കണം. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ കൊള്ളാം എന്ന് പറവാൻ എല്ലാ മലയാളികളും പഠിക്കണം. ആത്മീയ യാത്ര ശുശ്രൂഷകൾക്കായി സ്തോത്രം. പക്ഷേ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറവാനുള്ളത്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടക്കുന്ന അവൻ്റെ ആത്മീയ യാത്ര. നിങ്ങളുടെ ജീവിതം കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ഒരു ആത്മീയ യാത്രയാണ്. നിങ്ങൾ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അതൊരു സാധാ യാത്രയല്ല, പകരം എന്തോ യാത്രയാണ്. യേശുവിനോട് ഒപ്പമുള്ള വാസവും യേശുവിനോടൊപ്പമുള്ളതായ നടപ്പും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ യാത്രയാണ്. കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയും. പല സമയത്തും ദൈവം തിരഞ്ഞെടുത്തത് പെർഫെക്റ്റായ ആൾക്കാരല്ല. എന്നാൽ ദൈവം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് പെർഫെക്റ്റായ ദൈവം ഇംപെർഫെക്റ്റായ ആൾക്കാരെ തിരഞ്ഞെടുത്ത് തൻ്റെ പെർഫെക്റ്റായ പ്രവൃത്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി.
ഒരിക്കൽ കൂടെ, പെർഫെക്റ്റായ ദൈവം ഇംപെർഫെക്റ്റായ ആൾക്കാരെ തിരഞ്ഞെടുത്ത് ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവനെ, മക്കളില്ലാത്തവനും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവനെയാണ് ദൈവം ബഹുജാതികൾക്ക് പിതാവായി തിരഞ്ഞെടുത്തത്. ഒരു നന്നായി തൻ്റെ പേര് പോലും പറവാൻ കഴിയാത്ത ഒരു മോശയാണ് ദൈവം പ്രവാചകനായി തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളുടെ യോഗ്യത നിമിത്തമല്ല, നിങ്ങളുടെ കുടുംബം നിമിത്തമല്ല, പകരം ബലം ഉള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. ആരും ദൈവത്തിന് മുൻപിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് കൃപയാൽ ദൈവം തിരഞ്ഞെടുത്തു. ആർക്കും പറയുവാൻ കഴിയത്തില്ല ഞങ്ങൾ മറ്റേ കൊമ്പത്തിലെ മറ്റേ ആൾക്കാരാണ്, ആർക്കും പറയുവാൻ കഴിയത്തില്ല ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങൾക്ക് മറ്റേതുണ്ട്. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് ഒന്നുമില്ലായ്മയിൽ നിന്ന്, സ്തോത്രം, ബലഹീനതയിൽ നിന്ന്, കുലഹീനമായതിനെ, നികൃഷ്ടമായതിനെ തൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവമായ കർത്താവ് അതേ തിരഞ്ഞെടുക്കുന്നു. അന്നും തിരഞ്ഞെടുത്തത് അങ്ങനെയാണ്, ഇന്നും എന്നും ദൈവം തിരഞ്ഞെടുക്കുന്നത് തൻ്റെ പദ്ധതിക്ക് വേണ്ടി. ഒരു സമൂഹത്തെയല്ല തിരഞ്ഞെടുക്കുന്നത്, പലപ്പോഴും ഒരു കുടുംബത്തെയല്ല തിരഞ്ഞെടുക്കുന്നത്. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്തു. ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുത്ത് ആ കുടുംബത്തിലൂടെ, ആ സമൂഹത്തിലൂടെ തൻ്റെ പ്രവൃത്തിയെ ദൈവം, സ്തോത്രം, അത് വെളിപ്പെടുത്തുകയുണ്ടായി. ഇവിടെ ഇതാ വേദപുസ്തകം പറയുന്നു, ഒരു നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന് 3 മക്കളാണ് ഉള്ളത്. സ്തോത്രം, ഒന്ന് അതെ ഹാം, ഷേം, യാഫത്ത് എന്ന് പേരുള്ളതായ 3 കുഞ്ഞുങ്ങൾ. ഹാം എന്ന് പറയുന്നവൻ, സ്തോത്രം, അതെ അവൻ ആഫ്രിക്കയുടെ പിതാവാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ നിറച്ചത് ഹാമിൻ്റെ, സ്തോത്രം, അതെ വംശ പരമ്പരയാണ്. ഷേമിൻ്റെ സന്തതികൾ ഏഷ്യയെ മുഴുവൻ നിറയ്ക്കുകയുണ്ടായി. ഷേമിൻ്റെ സന്തതികൾ ഏഷ്യ മുഴുവൻ നിറയ്ക്കുകയുണ്ടായി. യാഫേത്തിൻ്റെ സന്താന പരമ്പരകൾ യൂറോപ്പിനെയും പിന്നത്തേതിൽ അമേരിക്കയും നിറയ്ക്കുകയുണ്ടായി. സോ ഭൂഖണ്ഡങ്ങളെ നിറയ്ക്കുന്ന ഒരു നിറവാണ് ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു കുടുംബത്തിലൂടെ വെളിപ്പെട്ടത്. രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും നിറയ്ക്കുന്ന ഒരു നിറവിൻ്റെ പദ്ധതി ആ കുടുംബത്തിലൂടെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ വർഷത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച എനിക്ക് നിങ്ങളെ നോക്കി പറയാനുള്ളത്, ആയിരക്കണക്കിന് ജനത്തെ, 10,000 ജനത്തെ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിറയ്ക്കുവാനുള്ള ദൈവജനത്തെ അനുഗ്രഹമായും നിറയ്ക്കുവാനുള്ള ദൈവിക പദ്ധതിക്ക് വേണ്ടി തമ്പുരാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആരെയൊക്കെയോ ഉടയ്ക്കുവാനും ഒഴിക്കുവാനുമല്ല, പകരം അനേക ആയിരങ്ങൾക്ക് നിറവായി നിൽപ്പാൻ, നിറവായി തീരുവാൻ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെ നിറയ്ക്കുന്നത് ഇൻ്റലക്ച്വൽ നോളജ് അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ല, നിങ്ങൾ നിറയ്ക്കുന്നത് മറ്റെന്തെങ്കിലും ഭൗതിക കാര്യമല്ല. നിങ്ങൾ മഹത്വത്തിൻ്റെ ചാനലാണ്. ദൈവത്തിൻ്റെ മഹത്വത്താൽ ദൈവം നിങ്ങളെ നിറച്ച്, ദൈവത്തിൻ്റെ മഹത്വത്താൽ, സ്തോത്രം, അനേക ആയിരങ്ങളെ സ്പർശിക്കുവാൻ, വിടിവിക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ തമ്പുരാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം, 3 ഭൂഖണ്ഡങ്ങളെ ഈ കുടുംബത്തിലൂടെയാണ് കർത്താവ് നിറച്ചത്. ഞാൻ ആവർത്തിക്കട്ടെ, ഹാമിനെ ആഫ്രിക്കയ്ക്കെങ്കിൽ, സ്തോത്രം, ഷേമിനെ ഏഷ്യയ്ക്കെങ്കിൽ, യാഫത്തിനെ യൂറോപ്പിനെ അമേരിക്കയ്ക്കെങ്കിൽ, അങ്ങനെ ലോകരാജ്യങ്ങൾക്ക് അനുഗ്രഹമായി ദൈവമായി കർത്താവ് ആ സ്തോത്രം മനുഷ്യനാകുന്ന നോഹയെ തിരഞ്ഞെടുക്കുകയുണ്ടായി. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, അതൊരു വല്ലാത്ത കാലമായിരുന്നു. നോഹയുടെ തലമുറ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു അന്ത്യകാലത്തെക്കുറിച്ച് ഉപമിച്ചു പറഞ്ഞത് നോഹയുടെ കാലം പോലെ ഒരു കാലം എന്നാണ്. കർത്താവ് യേശു, സ്തോത്രം, പഴയ നിമിത്തം അനേകരെ കുറിച്ച് പറയുകയുണ്ടായി. അബ്രഹാമിൻ്റെ ദിവസം എന്ന് യേശു അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു. സ്തോത്രം, അതെ ഏലിയാവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു. പഴയ നിയമത്തിലെ പല പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു തന്നെ മെൻഷൻ ചെയ്തു. എങ്കിൽ അന്ത്യകാലത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്, സ്തോത്രം, അതെ ഏതെങ്കിലും രാജാക്കന്മാരെയോ പ്രവാചകന്മാരെയോ പുരോഹിതന്മാരുടെ കാലമെന്നല്ല, ഒരു നോഹയുടെ കാലം പോലെ ഒരു കാലം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നോഹയുടെ കാലം ഏറ്റവും വലിയ സ്തോത്രം വിശ്വാസ ത്യാഗത്തിൻ്റെ കാലമാണ്. നോഹയുടെ കാലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിശ്വാസ ത്യാഗം, അപ്പോസ്റ്റസി നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 6-ാം അധ്യായം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് 7 തരത്തിലുള്ളതായ വിശ്വാസ ത്യാഗത്തിൻ്റെ കാര്യാദികളെ കാണുവാൻ കഴിയും. അതല്ല എൻ്റെ വിഷയം. സ്തോത്രം, അതെ വിശ്വാസ ത്യാഗം സംഭവിക്കുകയാണ് ഈ കാലം. സ്തോത്രം, കോവിഡിൻ്റെ കാലം, ഒമിക്രോണിൻ്റെ കാലം എന്ന് പറയുന്നതിനേക്കാൾ സഭയ്ക്ക് പറവാൻ തക്കുണ കഴിയും. ഇത് വിശ്വാസ അധപതനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവദാസൻ
ദൈവദാസന്മാരിൽ വിശ്വാസ അധപ്പതനം നടക്കുന്നു, വിശ്വാസികളിൽ ആത്മീയ തണുപ്പ് നടക്കുന്നു, പ്രാർത്ഥനകൾ നിന്നു പോകുന്നു, വിശ്വാസത്തിന്റെ മൂർച്ചകൾ കുറയുന്നു, കൃപാവരത്തിന്റെ ജ്വലനങ്ങൾ കുറയുന്നു. ഇത് തണുപ്പിക്കുന്ന ഒരു ലോകമാണ്. നിന്റെ തീയെ കെടുത്തുന്ന ഒരു ലോകമാണ്. നിന്റെ സാഹചര്യം എന്ന് പറയുന്നത് നിന്നെ സ്തോത്രം ആളി കത്തിക്കേണ്ടതിന് പകരം നിന്നെ ഊതി കെടുത്തുന്നതായ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ആവർത്തിക്കട്ടെ, ആളി കത്തിക്കേണ്ടതിന് പകരം ഊതി കെടുത്തുന്നതായ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സ്തോത്രം കെയർഫുൾ അല്ല, എക്സ്ട്രാ കെയർഫുൾ ആയി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നിനക്കുള്ളത് നഷ്ടപ്പെടാതെ വണ്ണം നീയും പിടിച്ചു കൊള്ളുക. നിനക്ക് എന്താണോ ദൈവം തന്നിരിക്കുന്നത് അത് നഷ്ടപ്പെടാതെ നീ പിടിച്ചുകൊള്ളുക. വളരെ ശ്രദ്ധിക്കണമേ. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരിക്കുന്നെങ്കിൽ അത് കൃപാവരങ്ങളാകട്ടെ, താലന്തുകളാകട്ടെ, പ്രാർത്ഥന അനുഭവങ്ങളാകട്ടെ, ഭക്തിയാകട്ടെ, അത് കളയാൻ വളരെ എളുപ്പമാണ്, അത് കൊണ്ട് നടക്കാൻ വളരെ പ്രയാസമാണ്. അത് കളയാൻ വളരെ എളുപ്പമാണ്, കളയാൻ വളരെ എളുപ്പം, പക്ഷേ അത് കൊണ്ട് നടപ്പാൻ വളരെ പ്രയാസം. അതുകൊണ്ട് ഈ ദിവസം സ്തോത്രം, അതെ, ഇതൊരു വിശ്വാസ ത്യാഗത്തിന്റെ സമയമാണ്. എക്സാക്ട്ലി ഇതേപോലെ സഭകൾ അടഞ്ഞു കിടക്കുന്നു, ദൈവദാസന്മാരായി കാണാതെയാകുന്നു, ദാറ്റ് മീൻസ് ശുശ്രൂഷകൾ ഇല്ലാതെയാകുന്നു. സ്തോത്രം, അതെ, വിശ്വാസികൾ പിന്മാറിപ്പോകുന്നു എന്ന് പറഞ്ഞ് കുത്തുവിട്ട പുസ്തകം പോലെ ആയിരിക്കുന്നതായ ഒരു വല്ലാത്ത വയലന്റ് ജനറേഷൻ ആയിരുന്നു നോഹയുടെ തലമുറ. വയലന്റ് ജനറേഷൻ. സ്തോത്രം, അസ്വസ്ഥത, അതെ, അരാജകത്തിൻ്റെ ഒരു തലമുറയായിരുന്നു നോഹയുടെ തലമുറ. അസ്വസ്ഥതയുടെയും അരാജകത്വത്തിൻ്റെയും തലമുറ. തുല്യമായി മൃഗത്തിൻ്റെ സ്വഭാവം എന്നതുപോലെ തമ്മിൽ കൊന്നും തമ്മിൽ തകർത്തും ഒക്കെ ആയിരിക്കുന്നതായ ജനം. സ്തോത്രം, അത് പുറമേയുള്ളതായ കാര്യം കൊണ്ടല്ല, പക്ഷേ അവിടെ അകമേ അവണ്ണം സംഭവിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:5 ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ്റെ ഹൃദയം, സ്തോത്രം, അവൻ്റെ ദുഷ്ട വിചാരം. അവന് പുറത്തല്ല അവന് പ്രശ്നം, അവന് അകത്താണ് പ്രശ്നം. നശിക്കുന്ന മനുഷ്യന്റെ പ്രശ്നം പുറത്തല്ല, സ്തോത്രം, അകത്താണ്. ഇന്ന് അനേക പ്രാസംഗന്മാർ പുറമെയാണ് കട്ടിങ് ആൻഡ് ഷേവിങ്, അതെ, സ്തോത്രം എന്ന് പറഞ്ഞ് അതെ പ്രസംഗിക്കുന്നത്. പുറമെയുള്ള കാര്യം നന്നാകണം, പുറമേ നന്നാകണം. തെറ്റ്, സ്തോത്രം, ഭയങ്കര തെറ്റ്, ആനത്തെറ്റ്. എന്നാൽ പുറമേ നന്നാക്കുന്ന പുസ്തകമല്ല ഇത്, അകമേ നന്നാക്കുന്ന പുസ്തകമാണ് ഇത്. കാരണം പുറമേയുള്ള നാടകമല്ല, പുറമേയുള്ള വേഷം കെട്ടലല്ല. സ്തോത്രം, മനുഷ്യൻ പുറം കാണുന്നു, മനുഷ്യൻ മുഖം കാണുന്നു. എന്നാൽ ദൈവമോ സ്കാനിങ്ങിനും എക്സ്റേക്കും പാസ്റ്ററിനും പ്രവാചകനും കാണാൻ കഴിയാത്ത അതേ ദൈവം അകമേ കാണുന്നു. അഗ്നി ജ്വാലക്കൊത്ത കണ്ണോട് കൂടിയവനായ ദൈവം ആ പറയുന്നവന്റെ അകം കാണുന്നു, അവന്റെ സഭക്കാരന്റെ അകം കാണുന്നു. അതുകൊണ്ട് നമ്മുടെ അകം നന്നാകട്ടെ, അകം നന്നാകട്ടെ. അകം നന്നാകാതെ പുറം മാത്രം നന്നായാൽ അത് ഞായറാഴ്ച വേഷം കെട്ടലാണ്, ആത്മീയം വേഷം കെട്ടലല്ല. ഇത് KPSC നാടകവേദിയല്ല, ഇത് കെട്ടിയടച്ച ദൈവത്തിന്റെ തോട്ടമാകുന്ന ദൈവത്തിന്റെ സഭയാണ്. പുറമെയല്ല നീ ഗുണപ്പെടേണ്ടത്, നിന്റെ അകം ശരിയാകട്ടെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. സ്തോത്രം, ഞാൻ വായിച്ചത് ഉൽപ്പത്തി 6:5. അവൻ്റെ സ്തോത്രം, ദുഷ്ടത വലുത്, ദുഷ്ടതയുടെ തലമുറ, അവൻ്റെ ഹൃദയ വിചാരം ദോഷമുള്ളത്. എന്താ നീ ചിന്തിക്കുന്നത്? നോക്ക് എന്താ നീ ചിന്തിക്കുന്നത്? അതെ, സ്തോത്രം, വാട്സപ്പ് എടുക്കല്ലേ, ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കല്ലേ, എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നാട്ട്, ഈ സ്ക്രീൻ നോക്കിയിരിക്കുന്നത്. നീ എന്താ ചിന്തിക്കുന്നത്? ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിന്റെ ചിന്ത എന്താണ്? നീ എന്താണ് വിചാരപ്പെടുന്നത്? നീ എന്താണ് വിചാരിക്കുന്നത്? ഓരോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈവിൽ ഇമാജിനേഷൻസ് ആണോ? സ്തോത്രം, ദുഷ്ടതയുടെ ചിന്തയാണോ? വിരോധത്തിന്റെ, കയ്പിന്റെയും കോമ്പറ്റീഷന്റെയും ചിന്തയാണോ ആയിരിക്കുന്നത്? സ്തോത്രം, ആ ചിന്ത പാപചിന്തയാണെങ്കിൽ, വിശുദ്ധിയുടെ ചിന്തയല്ലെങ്കിൽ, സ്തോത്രം, ആ ചിന്ത ദൈവത്തെ ഒത്തിരി വേദനിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ദുഷ്ടതയുടെ ചിന്ത, പാപത്തിന്റെ ചിന്ത, അത് കൂരമ്പ് പോലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തെ തറയ്ക്കുന്ന കൂരമ്പ് പോലെ മനുഷ്യന്റെ ചിന്ത, അതെ, ദുഷ്ടതയാണ്. നിങ്ങളുടെ ചിന്ത എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ചിന്ത എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഇരിക്കും നിങ്ങളുടെ സ്തോത്രം ജീവിതം. ഇന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുമോ അതാണ് നാളെ നിങ്ങൾ പ്രവർത്തിപ്പാൻ പോകുന്നത്. ഒരിക്കൽ കൂടെ, ഇന്ന് നിങ്ങൾ എന്ത് ചിന്തിക്കുമോ അതാണ് നാളെ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലത് ചിന്തിക്കാം. തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ട് പോയാൽ സിംഗപ്പൂർ പോലെ
അല്ലെങ്കിൽ ദുബായിയുടെ ഏതെങ്കിലും ഒരു ഭാഗം പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലാറ്റും അതുപോലെയുള്ള UST ഗ്ലോബലിൻ്റെ ഇൻഫോസിസിൻ്റെ ഒക്കെ നല്ല നല്ല കെട്ടിടങ്ങളും സ്തോത്രം ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം അവിടെ മാത്രം ഫോട്ടോ എടുത്തിട്ട് നോക്കിയാൽ അയ്യോ എന്തൊരു വിദേശ രാജ്യം എന്ന് തന്നെ നമുക്ക് തോന്നേണ്ടി വരും. സ്തോത്രം എന്ന് നമ്മൾ ഓർത്തു പോകും. അത്ര നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അവിടെ കാര്യങ്ങൾ ഇരിക്കുകയാണ്. അത് ആരാണ്ട് ചിന്തിച്ചതാണ്, ആരാണ്ട് ആ കമ്പനികളെ ചിന്തിച്ചതാണ്. ഓ സ്തോത്രം, ടെക്നോ പാർക്കിനെ കുറിച്ച് ആരോ ചിന്തിച്ചതാണ്, ടെക്നോ സിറ്റിയെക്കുറിച്ച് ആരോ ചിന്തിച്ചതാണ്, കൊച്ചിയിലെ മെട്രോ റെയിലിനെ കുറിച്ച് ആരോ ചിന്തിച്ചതാണ്. ഹേ സ്തോത്രം, ഇപ്പോൾ റെയിലിനെ കുറിച്ച് ആരോണ്ട് ചിന്തിച്ചിട്ടിരിക്കും. ഞാൻ പറയുന്ന നാറുന്ന രാഷ്ട്രീയമല്ല, തേജസ്സിൻ്റെ സുവിശേഷമാണ്. അതുകൊണ്ട് സ്തോത്രം, അതെ, നാളെ നാട് നന്നാകുന്നെങ്കിൽ ഇന്ന് ആരാണ്ട് ചിന്തിക്കുന്നു. ഇതുപോലെ നാളെ ജീവിതം നന്നാകണമെങ്കിൽ, നാളെ കുടുംബം നന്നാകണമെങ്കിൽ ഇന്ന് എന്ത് ചിന്തിക്കുന്നു അതുപോലെ ആയിരിക്കും നാളത്തെ നിന്റെ ജീവിതം. അതുകൊണ്ട് ഇന്നത്തെ ചിന്ത കയ്പിൻ്റെയും പകയുടെയും ചിന്തയല്ല, ഇന്നത്തെ ചിന്ത കുതികാൽ വെട്ടിൻ്റെ ചിന്തയല്ല, മത്സരത്തിൻ്റെ ചിന്തയല്ല. ഇന്നത്തെ ചിന്ത വിശുദ്ധിയുടെ ചിന്തയാകട്ടെ. സ്തോത്രം, ഇന്നത്തെ ചിന്ത ദൈവിക ചിന്ത ആകട്ടെ. ഇന്നത്തെ ചിന്ത സ്തോത്രം കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതായ ചിന്ത ആയി തീരുമാറാകട്ടെ. പക്ഷേ ആ വയലന്റ് ജനറേഷനിൽ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, അവൻ്റെ പുറമേയുള്ള കാര്യാദിയല്ല, അവൻ്റെ സ്തോത്രം ചിന്ത ദോഷമുള്ളതെന്ന് കണ്ടിട്ട് ദൈവം പറഞ്ഞു വേണ്ടായിരുന്നു, മനുഷ്യനെ സൃഷ്ടിക്കണ്ടായിരുന്നു എന്ന് തന്നെ ദൈവം അനുതപിച്ചു. സ്തോത്രം, മനുഷ്യനെ സൃഷ്ടിക്കണ്ടായിരുന്നു, ഇതിനൊന്നും പുറപ്പെടണ്ടായിരുന്നു എന്ന് ദൈവം തന്നെ ഇറിറ്റേറ്റഡ് ആകുന്ന, ഫ്രസ്ട്രേറ്റഡ് ആകുന്ന ക്രമത്തിൽ സ്തോത്രം മനുഷ്യൻ്റെ ചിന്തയിൽ പാപം പെരുകി, മനുഷ്യൻ്റെ ചിന്തയിൽ പാപം പെരുകി. ഹേ പാസ്റ്റേ, ഈ 15-ാം തീയതി താങ്കൾ എന്താണ്, ഈ 16-ാം തീയതി എന്താണ് താങ്കൾ ചിന്തിക്കുന്നത്? ഹേ വിശ്വാസിയായി, നിന്റെ ചിന്ത എന്താണ്? നിന്റെ ചിന്ത മനുഷ്യനെ കാണുവാൻ കഴിയുന്നില്ല, പക്ഷേ സർവശക്തനായ ദൈവം രഹസ്യത്തിലും പരസ്യത്തിലുമുള്ളതായ നിന്റെ ചിന്തയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയായിരിക്കുന്ന ചിന്തയിൽ വയലൻസ് നിറഞ്ഞിരിക്കുന്ന, ചിന്തയിൽ ഫിൽത്തും പാപവും നിറഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ ദൈവമായി കർത്താവ് തിരഞ്ഞെടുത്തു, ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു. സ്തോത്രം, അതെ, ഒരു മഹാത്മാഗാന്ധിയെ സ്തോത്രം രാജ്യം കണ്ടു. അദ്ദേഹം നിമിത്തം ഫ്രീഡം, അതെ, അദ്ദേഹം നിമിത്തം സ്വാതന്ത്ര്യമുണ്ടായി. ഒരു മഹാത്മാഗാന്ധി നിമിത്തം, ഒരു മാർട്ടിൻ ലൂതർ നിമിത്തം സ്തോത്രം സഭയ്ക്ക് അതെ റിഫോർമേഷൻ, നവീകരണം ഉണ്ടായി. ഒരു നെൽസൺ മണ്ടേല നിമിത്തം അതെ ആഫ്രിക്കയുടെ ചരിത്രം മറ്റൊന്നായി തീർന്നു. ഒരു ജോർജ് വാഷിംഗ്ടൺ നിമിത്തം അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കടന്നു വന്നു. സോ ഓൺ. ഇതുപോലെ പരിവർത്തനങ്ങൾക്കായി, ജീവിതങ്ങൾക്ക് വ്യത്യാസം വരുവാൻ, രാജ്യങ്ങൾക്ക് വ്യത്യാസം വരുവാൻ ദൈവമായ കർത്താവ് സ്തോത്രം ഒരുവനെ തിരഞ്ഞെടുക്കുന്നു. സ്തോത്രം, നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. ആ നോഹയെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. 6-8 വായിക്കുമ്പോൾ നോഹയുടെ കണ്ണിന്, നോഹയ്ക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ കൃപ ലഭിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, കൃപ ലഭിച്ചു. ശബ്ദമുയർത്തി പറ, കൃപ ലഭിച്ചു, കൃപ ലഭിച്ചു. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ആരെയും ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ, നിന്റെ സ്തോത്രം അതെ ദൈവത്തിൻ്റെ കണ്ണിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. കൃപ ലഭിച്ച എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ് ശക്തിയോടെ. ദൈവത്തിൻ്റെ കൃപയാലാണ് നാം ആയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഈ ദിവസങ്ങളിൽ ദൈവം സ്തോത്രം കഴിക്കാൻ ആഹാരം, കിടക്കാൻ അതെ വാസസ്ഥലം, ഉടുക്കാൻ വസ്ത്രം ദൈവം തന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് ജനം പട്ടിണി കിടക്കുമ്പോൾ 3 നേരം സ്വാദിഷ്ടമുള്ള ആഹാരം ദൈവം നിനക്ക് തന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. വരുമാനം ദൈവം തന്നിരിക്കുന്നെങ്കിൽ, അതേ അന്യന്റെ മുൻപിൽ കൈനീട്ടി കടം വാങ്ങാതെ വരുമാനം ദൈവം തന്നിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ്. കാരണം 2 കൊരിന്ത്യർ 8:9 പറയുന്നു, അവൻ്റെ ദാരിദ്ര്യത്തിൽ, ദൈവത്തിൻ്റെ ദാരിദ്ര്യത്തിൽ, യേശുവിൻ്റെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ സമ്പന്നരായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി ദരിദ്രനായി തീർന്നതായ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയാണ്. നിങ്ങൾ സമൃദ്ധിയായി ജീവിച്ചു പോകുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അതേ ആയിരക്കണക്കിന് ജനം ഹോസ്പിറ്റലൈസ് ആണ്. ഞാൻ പ്രസംഗിക്കുന്ന ഇവിടെ നിന്ന് ഫർലോങ്ങുകൾ അകലെ 100 കണക്കിന് വ്യക്തികൾ ഇന്നും ശ്വാസം മുട്ടി ആയിരിക്കുമ്പോൾ സ്തോത്രം അതേ ദൈവത്തിൻ്റെ കൃപയാൽ ഇത്രയും ശ്വാസമെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരോഗ്യത്തോടെ നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പാരാദൈവ മക്കളെ, ദൈവത്തിൻ്റെ കൃപയാലാണ്. അല്ല നിന്റെ പാരസിറ്റമോൾ കൊണ്ടല്ല, നിന്റെ എന്തോ
റിത്രോമൈസിൻ കൊണ്ടല്ല നീ ദൈവകൃപയാൽ ആയിരിക്കുന്നത്, പകരം കർത്താവിന്റെ ശുദ്ധമായ കൃപയാൽ, സ്തോത്രം, കൃപയാലാണ് നീ ആയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:9 പൗലോസിനെ നോക്കി ദൈവം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു. ഇന്ന് പകൽ ബലഹീനരായിരിക്കുന്ന സകലരും ദൈവത്തിന്റെ കൃപയിൽ ബലപ്പെടുമാറാകട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ സൗഖ്യമാകട്ടെ. എല്ലാ സ്തോത്രം ശ്വാസകോശങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്താൽ നിറയട്ടെ. വൈറൽ ഫീവറുകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. കോവിഡ് ഇപ്പോൾ ഉള്ളവർ സൗഖ്യമാകട്ടെ. പോസ്റ്റ് കോവിഡ് സിൻഡ്രോമത്തിലായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കമാൻ, ആയിരങ്ങൾ അധരങ്ങളെ തുറന്ന ദൈവസന്നിധിയിൽ ഒരു നിമിഷം അവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഒരു കൂട്ട സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്മേൽ സംഭവിക്കട്ടെ. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ എന്നാൽ ചെയ്ത കർത്താവിന്റെ സൗഖ്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും സാന്നിധ്യം ഒരു വീഴുന്ന പുതപ്പ് പോലെ ഈ ജനത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. കൃപയാൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കുമാറാകട്ടെ. കൃപയാൽ അവൻ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. വരുന്ന ഇന്റർവ്യൂവിന് വേണ്ടി, വരുന്ന എക്സാമിനേഷന് വേണ്ടി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരെ കർത്താവ് ബലപ്പെടുത്തട്ടെ. ഓരോ ജോലി കാര്യങ്ങളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം, എക്സ്പീരിയൻസ് ഇല്ലാത്തതായിരിക്കാം, പക്ഷേ കൃപ തന്ന അപ്പച്ചൻ ബലപ്പെടുത്തും. നിന്റെ സീനിയേഴ്സിന് കഴിയാത്തത് ദൈവം നിന്നിലൂടെ അത് ചെയ്തെടുക്കും. നിനക്ക് ബാച്ചിലേഴ്സ് കാണത്തുള്ളൂ, പക്ഷേ മാസ്റ്റേഴ്സും PhDയും ഇല്ലാത്തവർക്ക്, സ്തോത്രം, മാസ്റ്റേഴ്സും PhD ഉള്ളവർക്ക് കഴിയാത്തത് നോട്ട് ബൈ മൈൻഡ്, നോട്ട് ബൈ പവർ, ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം തന്ന് ദൈവം തന്നെ ബലപ്പെടുത്തും. നിനക്ക് പ്രായം കുറവായിരിക്കാം, നീ ജൂനിയർ ആയിരിക്കാം, എന്നാൽ വലിയ വയറും നരച്ച തലയും ഉള്ളതായ അവർക്ക് കഴിയാത്തത്, അതേ മല്ലന്മാരിലൂടെ കഴിയാത്തത് പയ്യന്മാരിലൂടെ ചെയ്യുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതേ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ കൃപ തന്ന് ദൈവമായ കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപ തന്ന് അവൻ നിന്നെ മുന്നിലേക്ക് നയിക്കട്ടെ. ഹേ മഹാപർവ്വതമേ, നീ സമഭൂമി ആയി തീരും. അതിന് കൃപ എന്ന് ആർക്കുന്നു. മക്കളെ, ഇന്ന് പകൽക്കാലം ഏതെങ്കിലും പർവ്വതങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാട്ടെ, കൃപ ലഭിച്ച എൻ്റെ മുൻപിൽ ഒന്നിനും ഒരുത്തർക്കും വെല്ലുവിളിച്ച് നിൽപ്പാൻ കഴിയത്തില്ല. കൃപ ലഭിച്ച ഞാൻ അൺസ്റ്റോപ്പബിൾ ആണ്. കൃപ ലഭിച്ച ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല. കൃപ ലഭിച്ച ഞാൻ അൺസ്റ്റോപ്പബിൾ ആണ്. ഞാൻ മുന്നേറിക്കൊണ്ടേയിരിക്കും. അടുത്ത ഡാം വേണമെങ്കിൽ മുല്ലപ്പെരിയാറിനെ താഴെ കെട്ടുമായിരിക്കും, പക്ഷേ എൻ്റെ മുൻപിൽ ഒരുത്തനും ഡാം കെട്ടുവാൻ കഴിയത്തില്ല. എന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ മുന്നേറിക്കൊണ്ടേയിരിക്കും. ഞാൻ മുന്നേറ്റത്തിലാണ്, ദൈവിക മുന്നേറ്റത്തിലാണ്, ദൈവിക മുന്നേറ്റത്തിലാണ്. ഞാൻ സ്റ്റാഗ്നന്റ് അല്ല ക്രൈസൻഡർ, നീ സ്റ്റാഗ്നന്റ് അല്ല, സഭ സ്റ്റാഗ്നന്റ് അല്ല. ഒരു വാഴ്ചയ്ക്കും അധികാരത്തിനും നിയമത്തിനും ദൈവത്തിന്റെ ചലനത്തെ സ്റ്റാഗ്നന്റ് ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം കൃപ ലഭിച്ചവൻ സകല തടസ്സങ്ങളെയും വെല്ലുവിളികളെയും തകർത്തുകൊണ്ട് ഒരിക്കൽ കൂടെ കൃപ ലഭിച്ചവൻ സൺഡേ ക്രിസ്ത്യാനിയല്ല, കൃപ ലഭിച്ച പാസ്റ്റർ, കൃപ ലഭിച്ച ദൈവത്തിന്റെ ദാസൻ, കൃപ ലഭിച്ച ദൈവപൈതൽ സകലതിനെ തകർത്തുകൊണ്ട് മലവെള്ള പാച്ചിൽ പോലെ, ഉരുൾപൊട്ടി വരുന്ന വലിയ ജലപ്രവാഹം പോലെ സകലനെ തകർത്തുകൊണ്ട് അവൻ ദൈവകൃപയിൽ മുന്നേറും. സ്തോത്രം, കൃപ സ്തോത്രം. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കണ്ണിൽ കൃപ ലഭിച്ചപ്പോൾ എൻ്റെ 9-ാം വാക്യം പറയുന്നു, ഉൽപ്പത്തി 12:9, സ്തോത്രം, 3 കാര്യമാണ് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത്. നമ്പർ 1, അവൻ നീതിമാനായിരുന്നു. നമ്പർ 2, അവൻ നിഷ്കളങ്കനായിരുന്നു. നമ്പർ 3, അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും ജീവിക്കാം. നോ, അങ്ങനെയല്ല തിരുവചനം പറയുന്നത്. ഞാൻ പറയുന്നത് ഹൈപ്പർ ഗ്രേസ് അല്ല, ഞാൻ പറയുന്നത് സ്തോത്രം അബ്നോർമൽ ഗ്രേസ് അല്ല, ഞാൻ പറയുന്നത് ബാലൻസ് ചെയ്ത് പറയട്ടെ. ദൈവത്തിന്റെ കൃപ നിനക്ക് ലഭിച്ചാൽ നീ തോന്നിയതുപോലെയല്ല ജീവിക്കുന്നത്. ഇന്നലത്തെ പാപത്തിനും ഇന്നത്തെ പാപത്തിനും നാളത്തെ പാപത്തിനും കർത്താവെല്ലാം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. തോന്നിയതുപോലെ നടക്കാം എന്നല്ല പറയുന്നത്. നീ നീതിമാനായി ജീവിക്കും. നീ നീതിമാനായി നിന്നെ ജീവിപ്പിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. പാപത്തിൽ നിന്ന് അകറ്റി നിന്നെ നീതിമാനാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. റോമർ 5:1 അങ്ങനെ പറയുന്നു. റോമർ 5:1 വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നിനക്ക് സമാധാനമുണ്ട്. അപ്പുവേഡ് വെർട്ടിക്കൽ ദൈവത്തോട് സമാധാനം, ഹൊറിസോണ്ടലി ദൈവത്തിന്റെ സമാധാനം, ദൈവത്തോട് സമാധാനം. വെർട്ടിക്കൽ 2, ഹൊറിസോണ്ടലി ദൈവത്തിൽ നിന്ന് സമാധാനം. ഹല്ലേലൂയ. അന്ധകാരം ജാതികളെയും കൂരിട്ട് അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ സമാധാനത്തിൽ നീ ആയിരിക്കണമെങ്കിൽ ദൈവത്തോട്
ദൈവത്തോടെ സമാധാനം ഉണ്ടായിരിക്കണം. എങ്ങനെ? റോമർ 5:1 പറയുന്നു, സ്തോത്രം, അതേ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നീതീകരിക്കപ്പെട്ടിട്ട് ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കൃപ ലഭിച്ചവൻ എന്തുകൊണ്ട്? നീതീകരണമുണ്ട്. നിന്നെ നീതീകരിക്കുന്നത് നിന്റെ ഡ്രസ്സല്ല, നിന്നെ നീതീകരിക്കുന്നത് നിന്റെ ദശാംശമല്ല, നിന്നെ നീതീകരിക്കുന്നത് നിന്റെ സ്തോത്രകാഴ്ചയല്ല, നിന്നെ നീതീകരിക്കുന്ന ചർച്ച് മെമ്പർഷിപ്പ് അല്ല, നിന്നെ നീതീകരിക്കുന്ന ലോകത്തിന്റെ ഒരു സ്തോത്രം കാര്യാദികളുമല്ല. പകരം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം നിന്നെ ഇന്ന് പകൽക്കാലം നീതീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നൂറുകണക്കിന് പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും യേശുവിന്റെ രക്തത്തിന് ഇന്ന് പകൽക്കാലം ശക്തിയുണ്ട്. കൃപ ലഭിച്ചു എങ്കിൽ കൃപ ലഭിച്ചവന് യേശുവിന്റെ രക്തം നിന്റെ മേൽ വീഴുന്നു. യേശുവിന്റെ രക്തത്താൽ അവൻ നിന്നെ കഴുകുന്നു. കർത്താവ് നിന്നെ നീതീകരിക്കുന്നു. കൃപ ലഭിച്ചെന്ന് നോക്കി കർത്താവ് പിന്നെ പാപി എന്നല്ല വിളിക്കുന്നത്, അവന് വിളിക്കുന്ന നീതിമാൻ എന്നാണ് വിളിക്കുന്നത്. നമ്പർ 2, രണ്ടാമത് കൃപ ലഭിച്ച നോഹയുടെ പ്രത്യേകത വേദപുസ്തകം പറയുന്നു, അവൻ ആ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. ഈ തലമുറയിൽ ഏറ്റവും നിഷ്കളങ്കനായിരിക്കണം നീ. ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഓഡിയൻസ് കിട്ടണം, ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കിട്ടണം, കുറച്ചുകൂടെ പൈസ ഉണ്ടാകണം, കുറച്ചുകൂടെ പോപ്പുലാരിറ്റി വേണം. നോ 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 ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ നിഷ്കളങ്കനായിരിക്കണം. ദൈവം എന്നെ നോക്കി പറയണം, എടാ കുഞ്ഞെ നീ കൊള്ളാലോ, നീ നിഷ്കളങ്കനാണ്. നാട്ടുകാരും സഭക്കാരുടെ മുൻപിലല്ല ഞാൻ വേഷമണിഞ്ഞ് നിൽക്കേണ്ടത്. കാരണം ഇത് അഭിനയം അല്ല, ഇത് അനുഭവം ആണ്. ഒരിക്കൽ കൂടെ, ഇത് അഭിനയം അല്ല, സ്തോത്രം, ഇത് അനുഭവമാണ്. ഇത് അഭിനയിച്ച മനുഷ്യന്റെ മുമ്പിൽ 3 ദിവസം നടക്കാം, 4ാമത്തെ ദിവസം ദൈവം തന്നെ കീറി കാണിക്കും. യവൻ വേറെ ആകെ മൊത്തം ടോട്ടൽ പൊള്ളയാണ്. എന്നാൽ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് നാണം കെടാൻ സ്തോത്രം അതേ മനസ്സില്ല. അതിനുവേണ്ടി ദൈവത്തിന് മുൻപിൽ ഞാൻ നേരുള്ളവനായി നടക്കട്ടെ. എങ്ങനെ നടക്കണം? കളങ്കമില്ലാത്തവനായി ഞാൻ നടക്കട്ടെ. നിഷ്കളങ്കനായി അവൻ ആയിരുന്നു. നമ്പർ 3 വേദപുസ്തകം പറയുന്നു, കൃപ ലഭിച്ചതുകൊണ്ട് he was walking with God. അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തോട് കൂടെ നടന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നാൽ ദൈവം മിണ്ടാതെ ഇരിക്കത്തില്ല, ദൈവം നിന്നോട് സംസാരിക്കും. കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഈ ആഴ്ച നാം കേൾക്കുന്നത് ദൈവിക ചലനത്തെ എന്നുള്ള ഈ സ്തോത്ര മാസങ്ങൾ നമ്മൾ കേൾക്കുന്നത് അത് നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ ഒന്ന് നടക്കണം. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കമാൻ. കാരണം എൻ്റെ ദൈവം ചക്കേരൊക്കെ വായ്ക്കകത്തിട്ട് മിണ്ടാതിരിക്കുന്നവനല്ല. എൻ്റെ ദൈവം ചൂയിങ്കം തിന്ന് മിണ്ടാതിരിക്കുന്നവനല്ല. എൻ്റെ ദൈവം സംസാരിക്കുന്നവനാണ്. നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ തിരിച്ച് ദൈവം നിന്നോട് സംസാരിക്കുന്നു. നീ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. പരിശുദ്ധാത്മാവിലൊന്ന് നടന്നാട്ടെ. കാഴ്ചപ്രകാരമല്ല, വിശ്വാസത്താൽ നടന്നാട്ടെ. ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് കൂടെ നടന്നാട്ടെ. ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ സ്തോത്രം ദൈവം നിന്നോട് സംസാരിക്കുന്നു. യെസ്, നീ പറയുന്നത് ദൈവത്തിന് കേൾക്കാം. സ്തോത്രം, ദൈവം പറയുന്നത് സ്തോത്രം അതേ നിനക്കും കേൾപ്പാൻ കഴിയാം. മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ പോണ്ടിച്ചേരിയിൽ സ്തോത്രം ആയിരിക്കുമ്പോൾ ചെന്നൈ യൂത്ത് ക്യാമ്പിൻ്റെ പോണ്ടിച്ചേരിയിലുള്ള ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞു. പോണ്ടിച്ചേരിയിലെ ദൈവദാസൻ പറഞ്ഞു, മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് ആ പ്രദേശം മുഴുവൻ സ്തോത്രം കോവിഡ് കേസിന് കണ്ടെയ്ൻമെൻറ്റ് സോൺ ആയിരുന്നു. പോണ്ടിച്ചേരി ഇന്ന് പകൽ അടച്ചല്ല ഇട്ടേക്കുന്നേ. ഹല്ലേലൂയ അസംബ്ലീസ് ഗോഡ് ചർച്ചിൽ ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ 4000 പേര് ദൈവത്തെ ആരാധിക്കുന്നു. 4000 പേര് ഇന്ന് പകൽ സ്തോത്രം. അതെ, അവർ പറഞ്ഞു, എന്നാൽ മാസങ്ങൾക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണായി അതിങ്ങനെ അടച്ചിട്ടപ്പോൾ ഒരമ്മച്ചി 4 ദിവസം പട്ടിണി കിടക്കുകയാണ്. 4 ദിവസം പട്ടിണി. കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ചർച്ചിൽ നിന്ന് നൂറുകണക്കിന് ആൾക്കാർക്ക് സ്തോത്രം സഹായങ്ങളും അതുപോലെ പ്രൊവിഷനും ഒക്കെ എത്തിക്കുന്നുണ്ട്, പലചരക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മച്ചി 4 ദിവസം ആർക്കും അവളുടെ വീട്ടിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. അവൻ പട്ടിണി കിടക്കുകയാണ്. എന്നാൽ ഓൺലൈനിൽ മീറ്റിംഗ് കണ്ടിട്ടിരിക്കുക. ഓൺലൈനിൽ അന്ന് പാസ്റ്റർ പ്രസംഗിച്ച വിഷയം ഇതായിരുന്നു, സ്തോത്രം, അങ്ങേതിലെ കാക്കയല്ല, ഏലിയാവിൻ്റെ കാക്ക. ഏലിയാവിൻ്റെ കാക്ക അമ്മച്ചി കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. ആ ദൂത് കേട്ടപ്പോൾ, കർത്താവേ 4 ദിവസം പട്ടിണിയാണ്, കാക്ക അയക്കണേ. അമ്മച്ചി സ്തോത്രം കരയാൻ തുടങ്ങി. നീ വിചാരിക്കുന്നത് നിൻ്റെ കരച്ചിൽ ഈ സീലിങ്ങിന് മേലെ പോകുന്നില്ലെന്നാണ്. എന്നാൽ എൻ്റെ കുട്ടി, നിൻ്റെ ഹൃദയത്തിനകത്ത് ചെറിയൊരു തേങ്ങൽ വരുമ്പോൾ തന്നെ ദൈവസിംഹാസനത്തെ അത് ഉരക്കുകയാണ്. നിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ കർത്താവ് പറയുക, അയ്യോ എൻ്റെ കുഞ്ഞ് കരയുക, ദൂതനെ പെട്ടെന്ന് ആ കണ്ണുനീരിനെ ഒന്ന് സ്തോത്രം അതേ തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചാട്ടെ, മറന്നു പോകല്ലേ. സ്തോത്രം. അമ്മച്ചി 4 ദിവസം പട്ടിണിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് കരഞ്ഞിരിക്കുമ്പോഴാണ് ദൈവദാസൻ പറയുന്നത്, എലിയാവിനെ കാക്ക അയച്ച ദൈവം നിനക്ക് വേണ്ടിയും അത്ഭുതം ചെയ്യും, നിനക്ക് വേണ്ടിയും കരുതാം. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, കാക്ക അയക്കണേ. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ, ആ സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു സഹോദരന്
ഈ മാതാവിനെക്കുറിച്ച് ഓർമ്മ വന്നു. വിധവയാണ്, 3 പിള്ളേരുണ്ട്. എല്ലാവരും സ്തോത്രം ചെന്നൈയിലും ഡിണ്ടിഗലും മറ്റ് സ്ഥലങ്ങളിലാണ്. അതേ അവർ ഒറ്റയ്ക്കാണ്. സ്തോത്രം ആ ദേശം മുഴുവൻ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. സ്തോത്രം എങ്ങനെയെങ്കിലും ഈ സാധനങ്ങൾ അവർക്ക് എത്തിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഈ സഹോദരൻ സ്തോത്രം ആ ചർച്ചിൽ ഒരുക്കി വെച്ചിരുന്ന ആ പ്രൊവിഷനെ അത് 10 കിലോയോളം ഉണ്ട്. അത് സ്തോത്രം അത് എടുത്ത് 2 മതിൽ കയറി ചാടി. പോലീസുകാർ കാണാതെ 2 മതിൽ. അയ്യോ ഏതോ പോലീസുകാർ കേൾക്കുന്നു. അവർ സ്തോത്രം അതെ 2 മതിൽ കയറി ചാടി ആ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് ആ വീട്ടിലേക്ക് അവന് സ്തോത്രം ഓടിച്ചെന്ന് ആ വീട്ടിൽ തട്ടി വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അകത്ത് സഭായോഗത്തിൻ്റെ ശബ്ദം കേൾക്കാം. ഓൺലൈനിൽ അമ്മച്ചി വാച്ച് ചെയ്യുകയാണ്. പക്ഷെ തട്ടി വിളിച്ചു സ്തോത്രം ഈ പ്രൊവിഷൻ കൊടുക്കുമ്പോഴേക്കും അമ്മച്ചി അറിയാതെ വിളിച്ചു പറഞ്ഞു, കാക്ക വന്നേ ഇതാ കാക്ക വന്നേ. ആ ദേവദാസൻ നോക്കി, എവിടെ ആരാ വന്നേ? അവനെയാ വിളിച്ചത്, കാക്ക വന്നേ. കാരണം സ്തോത്രം 4 ദിവസമാണ് ആയിട്ട് പട്ടിണിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറയുമ്പോൾ ദൈവം തിരിച്ച് പറയുന്നവനാണ്. ദൈവം നിന്റെ ആവശ്യങ്ങളെ അറിയുന്നു. ഇന്ന് പകൽ സ്തോത്രം അത് ആ തരങ്ങളെ തുറന്നൊന്ന് പറയുമ്പോൾ ദൈവം അത് കേൾക്കുന്നു. ദൈവം മിണ്ടാതിരിക്കുന്നതിൻ്റെ അമർത്തി കുലുക്കി കവിഞ്ഞു വരുന്ന വിലയേറിയ അളവിനാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. കമാൻ സ്തോത്രം. ദൈവത്തോട് കൂടെ നടന്നാട്ടെ. നീ പറയുന്നത് ദൈവത്തിന് കേൾക്കാം, ദൈവം പറയുന്നത് സ്തോത്രം നിനക്കും കേൾപ്പാൻ തക്കോണം കഴിയും. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തോട് കൂടെ നടന്നാട്ടെ. ദൈവത്തോട് കൂടെ നടന്നാട്. നിൻ്റെ ആവശ്യം ചെറുതായിരിക്കാം, നിൻ്റെ ആവശ്യം വലുതായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഇത് മറുപടിയുടെ ദിവസങ്ങളാണ്. ദൈവം നിനക്ക് മറുപടി നൽകുന്ന ദിവസങ്ങളാണ്. ആരിലൂടെയെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉത്തരം, ഒരു റെമഡി നിന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇത് കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളല്ല, ഇത് ഉത്തരങ്ങളുടെ ദിവസങ്ങളാണ്. ഇത് ചോദ്യങ്ങളുടെ ദിവസങ്ങളല്ല, ഇത് മറുപടിയുടെ ദിവസമാണ്. ഒരു അത്ഭുതം നിന്നെ തേടിയും നിന്റെ വീടിനെ തേടിയും ദൈവത്തിൻ്റെ കൃപയാൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അന്ന് നോഹ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ദൈവമായ കർത്താവ് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എബ്രായർ 11:7 സ്തോത്രം. അതെ, ദൈവമായ കർത്താവ് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് പറഞ്ഞത്. കണ്ട കാര്യമല്ല കർത്താവ് പലപ്പോഴും പറയുന്നത്, കണ്ടിട്ടില്ലാത്ത കാര്യമാണ് കർത്താവ് പറയുന്നത്. സ്തോത്രം. അതെ, കണ്ട കാര്യമാണെങ്കിൽ ദൈവം പറയുന്നെങ്കിൽ ബോറടിച്ചു പോകും. എന്നാൽ ക്രിസ്തീയ ജീവിതം ബോറടിയുടെ ജീവിതമല്ല. ഓ, ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ്. അത് ആവേശത്തിൻ്റെ അതേ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. കാരണം സ്തോത്രം കണ്ടുപോയതും അത് അനുഭവിച്ചു പോയതുമല്ല, കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കർത്താവ് പറയുന്നു. സഭ ഇന്ന് പകൽക്കാലം അതിന് സ്തോത്രം പറയണം. ഈ ജനുവരി മാസത്തിൽ, ഈ വർഷത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തത് നിങ്ങൾ അനുഭവിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ കാണും. ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ലാത്തത് നിങ്ങളുടെ പക്കൽ ദൈവം ഏൽപ്പിക്കും. സംതിങ് ന്യൂ, എന്തോ പുതിയത്. ഈ പുതിയ വർഷത്തിൻ്റെ 1-ാം മാസത്തിൽ എനിക്ക് നിങ്ങളെ നോക്കി പ്രവചിപ്പാനുള്ളത് എന്തോ പുതിയത് ദൈവം നിങ്ങളെ ഏൽപ്പിപ്പാൻ വേണ്ടി പോകുന്നു. എന്തോ പുതിയത് കൈകാര്യം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്നു. പലരും പർവ്വതം ചുറ്റി ഒരേ പ്രാർത്ഥനയിലും ഒരേ പ്രോഗ്രാമിലും ഒരേ ക്രമത്തിലാകുമ്പോൾ ആരോടാ ഞാൻ പറയുന്നത്? ഏതോ പുതിയ പാട്ടായിരിക്കാം, പുതിയ പ്രവചന ശബ്ദങ്ങളായിരിക്കാം, പുതിയ പദ്ധതികളായിരിക്കാം, പുതിയ അനുഭവങ്ങളായിരിക്കാം. എലോഹീം എന്ന സൃഷ്ടാവാം ദൈവം എന്തോ പുതിയത് സൃഷ്ടിച്ച്, എന്തോ പുതിയ കാര്യാദികൾക്കായി, പുതിയ പദ്ധതികൾക്കായി, ഞാൻ വീണ്ടും പറയും, പുതിയ പ്രോജക്റ്റുകൾക്കായി, പുതിയ പ്ലാനുകൾക്കായി, പുതിയ പദ്ധതികൾക്കായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം. ആ നോഹയുടെ കാലം വരെ, അതുവരെ സ്തോത്രം മഞ്ഞ് വന്ന് ഭൂമിയെ നനയ്ക്കുമായിരുന്നു. മഞ്ഞ് വന്ന് ഭൂമിയെ നനയ്ക്കുന്ന ഒരു കാലമായിരുന്നു അത്. സ്തോത്രം. പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, വയലന്റ് ജനറേഷൻ ആയിരുന്നു. അതൊരു വല്ലാത്ത സ്തോത്രം, വയലന്റ് ജനറേഷൻ. അവർ കഴിക്കുന്നതായ ആഹാരം വെജിറ്റേറിയനാണ്. യെസ്, അന്ന് അവർ കഴിക്കുന്നത് വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷേ അവരുടെ സ്വഭാവം മുഴുവൻ നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. ഓ ഖമാൻ, ഹല്ലേലൂയ. സ്തോത്രം. കഴിക്കുന്നത് വെജിറ്റേറിയനാണ്, പക്ഷേ സ്വഭാവം മുഴുവൻ നോൺ വെജിറ്റേറിയൻ. എൻ്റെ തമ്പുരാനെ, നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടേ ഇത്ര വലിയ ജലപ്രളയം വന്നവരെ തകർത്തെങ്കിൽ, നോൺ വെജിറ്റേറിയൻ കഴിച്ചെങ്കിൽ ഏത് ലെവലായിരിക്കുമായിരുന്നു. സ്തോത്രം. അതേ, സഭായും കഴിഞ്ഞിട്ടുള്ള ചിക്കൻ്റെ കാലിനെ കുറിച്ച് ആരും ഓർക്കല്ലേ, പ്രസംഗം തുടരുകയാണ്. സ്തോത്രം. വെജിറ്റേറിയൻ ആയിരുന്നു അവരുടെ ഫുഡ്. സ്തോത്രം. വെജിറ്റേറിയൻ ആയിരുന്നു അവരുടെ ഫുഡ്. പക്ഷേ സ്വഭാവം മുഴുവൻ മൃഗങ്ങൾക്ക് തത്തുല്യമായിട്ടായിരുന്നു. വയലന്റ് നേച്ചറായിരുന്നു അവരുടെ ചിന്ത. സ്തോത്രം. മോശമായിരുന്നു. അതുകൊണ്ട് ദൈവം തീരുമാനിച്ചു, ഒരു ക്ലീനിങ് പ്രോസസ് നടത്തിയേ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ പരിപാടി മുഴുവൻ പോയി. സ്തോത്രം. കാരണം ഉൽപ്പത്തി 6:1 പറയുന്നു, ദൂതന്മാർ വരെ പദവികൾ നോക്കാതെ ദൂതന്മാർ വരെ പാപത്തിൽ വീഴുന്നു. പദവി നോക്കാതെ ദൂതന്മാർ പാപത്തിൽ വീഴുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം മനസ്സിലാക്കുക, ദൈവം എനിക്ക് തന്ന ഒരു പദവിയുണ്ട്, ദൈവം നിനക്ക് തന്ന ഒരു പദവിയുണ്ട്, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ പദവിക്കനുസരിച്ച്
നമ്മൾ ജീവിക്കണം. ആ പദവിക്കനുസരിച്ച് ആ സ്തോത്രം നാം ജീവിക്കണം. പക്ഷേ ദൂതന്മാർ പോലും ആ പദവി മറന്ന് സ്തോത്രം അത് മനുഷ്യൻ്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ട് സ്തോത്രം ദൂതന്മാർ പോലും കടന്നു വന്ന് സെക്ഷൽ ഇമ്മോറാലിറ്റിയിൽ, വ്യഭിചാരത്തിൽ സ്തോത്രം ജൈൻസിനെ, നെഫ്ലിംസിനെ സ്തോത്രം മല്ലന്മാരെ ജനിപ്പിക്കുന്നതായ ഒരു കാലം. സ്തോത്രം ലോകം മുഴുവൻ പാപത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു ഒരു ക്ലെൻസിങ് പ്രോസസ്സ് സ്തോത്രം അതെ ഞാൻ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഈ ലോകത്ത് മുഴുവൻ ഞാനത് ശുദ്ധീകരിപ്പാൻ പോകുക. ഈ ഭൂമിയെ ഞാൻ കഴുകാൻ പോകുക. വെള്ളത്താൽ ഞാൻ കഴുകാൻ പോകുക. വെള്ളത്താൽ കഴുകാൻ പോവുക. സ്തോത്രം മഞ്ഞുകൊണ്ടാണ് ഭൂമിയെ നശിപ്പിക്കുന്നത്. പക്ഷേ ദൈവം പറഞ്ഞു ഞാനിതാ അതെ മഴയെ അയക്കാൻ പോവാ. നോഹയോട് ദൈവം പറയുന്നു സ്തോത്രം മഴയെ ഞാൻ അയക്കാൻ പോകുകയാണ്. നോഹ കുളിക്കുന്നുണ്ടായിരിക്കും, സമുദ്രത്തിലും ജലാശയത്തിലുമൊക്കെ വെള്ളം കണ്ടിരിക്കും. പക്ഷേ നോഹ അതുവരെ മഴ കണ്ടിട്ടില്ല. വെള്ളപ്പൊക്കം കണ്ടിട്ടേയില്ല. മഴ കണ്ടിട്ടില്ല. വെള്ളപ്പൊക്കം കാണാത്തവനെ, മഴ കാണാത്തവനെ നോക്കി ദൈവം പറയുന്നു സ്തോത്രം ഞാനിതാ ജലപ്രളയത്താൽ ലോകത്തെ മുഴുവൻ സ്തോത്രം അതെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ജലപ്രളയത്താൽ നശിപ്പിക്കാൻ. പക്ഷേ നോഹ അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് എബ്രായർ 11:7 പറയുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. ഇതാ മഴ പെയ്യിപ്പിക്കാൻ പോകുന്നെന്നാണ് പറഞ്ഞത്. കാണാത്ത മഴയെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ട് അതൊരു വർഷിപ്പിൻ്റെ ടേമാണ്, അതൊരു ആരാധനയുടെ ടേമാണ് ഭയഭക്തി. സ്തോത്രം അതെ ഡിക്ഷണറിയിൽ ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഭയഭക്തി പൂണ്ട് ഭക്തന്മാർക്ക് ദൈവത്തെ ഇന്ന് പകൽക്കാലം ആരാധിപ്പാൻ കഴിയത്തുള്ളൂ. ഉഴപ്പന്മാർ പള്ളിയിൽ വരത്തില്ല. സ്തോത്രം ഉഴപ്പന്മാർ അതെ സ്തോത്രം ഓൺലൈനിൽ ഇരിക്കത്തില്ല. അത് ഭക്തന്മാർക്ക് മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ കഴിയത്തുള്ളൂ. സ്തോത്രം ഭയഭക്തി പൂണ്ട് അവൻ വിശ്വാസത്താൽ അവൻ കാണാത്ത കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. ദൈവം പറഞ്ഞു ഇതാ ഞാനിതാ മഴയെ അയക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വിശ്വാസത്താൽ അവനത് വിശ്വസിച്ചു എന്നാ തിരുവചനം പറയുന്നത്. അവനത് വിശ്വസിച്ചു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ സ്തോത്രം. നോഹ എന്ത് ചെയ്തു? നോഹ അത് വിശ്വസിച്ചു. അടുത്തിരിക്കുന്നവർ നോക്കി പറ ദൈവത്തെ വിശ്വസിക്കണം. പെട്ടെന്ന് പറഞ്ഞേ ദൈവത്തെ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ഇങ്ങനെ ഇരുന്നാൻ പറ്റത്തില്ല. എന്താണോ വിശ്വസിക്കുന്നത് അതനുസരിച്ചാണ് ഓരോരുത്തർ പ്രവർത്തിക്കുന്നത്. അതനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് EMS എന്ന മഹാൻ എന്ന സ്തോത്രം അതെ നല്ല നേതാവ്, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS ഫ്ലൈറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അടുത്തൊരു ഉപദേശിയിരുന്നു. ഇങ്ങനെ യാത്ര ചെയ്ത് പോയപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ചോദിച്ചു, അന്നത്തെ മുഖ്യമന്ത്രിയാണ് ചോദിച്ചു നിങ്ങൾ എന്തോ ചെയ്യുക? ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഉപദേശിയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോവാ. ഉടനെ EMS ഇപ്രകാരം ചോദിച്ചു നിങ്ങളുടെ ബൈബിളിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്നെഴുതിയിട്ടുണ്ടോ? ഉപദേശി വാചാലനായി. അയ്യോ സ്തോത്രം ഉണ്ടോന്നോ? മലാക്കി പ്രവചനത്തിൽ പഴയ നിയമത്തിൽ അവസാനത്തെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ഉടനെ EMS അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്കത് വിശ്വാസമുണ്ടോ? പുള്ളി പറഞ്ഞു വിശ്വാസമുണ്ട്, ഭയങ്കര വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്നാൽ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് കമ്മ്യൂണിസത്തിലാണ് വിശ്വാസം. എനിക്ക് കമ്മ്യൂണിസത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എൻ്റെ സകലതന്നെ ഞാൻ വിറ്റ് അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിന് സ്തോത്രം അദ്ദേഹത്തിൻ്റെ 100 കണക്കിന് ഏക്കർ സ്ഥലം വിറ്റ് അദ്ദേഹം കമ്മ്യൂണിസത്തിലേക്ക് ഇറങ്ങി വന്നത്. ഏതിനാണോ വിശ്വസിക്കുന്നത് അതിനുവേണ്ടിയാണ് മനുഷ്യൻ ഏൽപ്പിക്കപ്പെടുന്നത്. ഏതിനാണോ വിശ്വസിക്കുന്നത് അതനുസരിച്ചാണ് അവിടെ ജീവിതങ്ങൾ ക്രമീകരിക്കുന്നത്. ഏതിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത് അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് പകൽക്കാലം ചോദ്യം, നീ പെന്തിക്കോസുകാരനായിരിക്കാം, നീ ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ യഥാർത്ഥ വിശ്വാസമുണ്ട്. ആ വിശ്വാസം അനുസരിച്ചാണോ നീ ജീവിക്കുന്നത്? സ്തോത്രം. ഇതാ നോഹ ആ ഇല്ലാത്ത മഴയെക്കുറിച്ച് വിശ്വസിച്ചു. സ്തോത്രം. വിശ്വാസം കുറയുന്ന ഒരു കാലഘട്ടമാണ് ഇത്. യേശു കർത്താവ് പറഞ്ഞു ഭൂമിയിൽ സ്തോത്രം അതേ മനുഷ്യപുത്രൻ കടന്നു വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഒരിക്കൽ കൂടെ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സ്തോത്രം. നമുക്ക് എഞ്ചിനീയറിംഗിൽ ഭയങ്കര വിശ്വാസമാണ്. റിയലി ഈ ബിൽഡിങ് സന്തോഷ് ബ്രദർ ഏതാണ്ട് എഞ്ചിനീയറുടെ കയ്യിൽ കൊടുത്തു. ആ എഞ്ചിനീയർ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊട പിടിക്കാതെ അതേ തലയിൽ വേറെ ഒരു പരിപാടിയൊന്നും വെക്കാതെ ഈ മേലെ വെച്ചിരിക്കുന്ന കോൺക്രീറ്റ് ഒന്നും ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുന്നത് ആ എഞ്ചിനീയറിംഗ് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്.
അതെ, സ്തോത്രം. ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ആ ഡ്രൈവറിൽ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. പുള്ളി കൊണ്ടുവന്ന് അപ്പുറത്തെ കുക്കയിലും കുഴിയിലും ഒന്നും തള്ളിയിടത്തില്ല, എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുമെന്ന് നമുക്ക് വിശ്വാസമാണ്. ഡ്രൈവറിൽ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് വണ്ടി കയറുന്ന മാത്രമേ നമുക്കറിയാം, പിന്നെ ഇറങ്ങുമ്പോൾ മാത്രമേ നമ്മൾ കണ്ണു ഉറക്കത്തുള്ളൂ. പൈലറ്റിൽ നമുക്ക് വിശ്വാസമാണ്, പൈലറ്റിൽ നമുക്ക് വിശ്വാസമാണ്. വെൽക്കം അബോർഡ് എന്ന് പുള്ളി പറയുമ്പോഴേക്കും യെസ്, പൈലറ്റിൽ നമുക്ക് വിശ്വാസമാണ്. ഇനി പൈലറ്റ് ഫീമെയിൽ ശബ്ദത്തിലാണ് വെൽക്കം അബോർഡ് എന്ന് പറയുന്നെങ്കിൽ എന്നെ പോലെയുള്ളവരെ കുറച്ചുകൂടെ പ്രാർത്ഥിക്കുമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല. പൈലറ്റ് ഫീമെയിൽ വോയിസ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണേ, മുന്നിലിരിക്കുന്ന പുള്ളിക്കാരിയെ സൂക്ഷിച്ചോളണേ എന്ന് സ്തോത്രം അതേ നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. എന്നാൽ ഇവരിലെല്ലാം വിശ്വാസമല്ല. ഇടോ, പൈലറ്റിൽ വിശ്വാസമാണെന്ന്. അതെ, സ്തോത്രം. അതെ, ആ വാക്സിൻ കുത്തിയ ആ നേഴ്സമ്മാമയിൽ നമുക്ക് വിശ്വാസമാണ്. പുള്ളിക്കാരുടെ മുഖമൊക്കെ കുറച്ച് സീരിയസ് ആയിരുന്നെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ വെച്ച് കൊടുത്ത് യെസ്, കുത്തിക്കോ കോവിഡ് വരാണ്ട് അതെ ഇരിക്കാൻ നമുക്ക് നേഴ്സിൽ വിശ്വാസമാണ്. സ്തോത്രം. അതെ, ഡോക്ടറിന് നമുക്ക് വിശ്വാസമാണ്. ഡോക്ടേഴ്സ് റൂമിൽ എന്തോ വേഗതയിലാണ് നമ്മൾ ഇടിച്ചു കയറുന്നത്, പോസ്റ്റ്മോർട്ടം ചെയ്യത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ. ഖമാൻ, ആ മുന്നിലിരിക്കുന്ന ഡോക്ടറിനെ പോസ്റ്റ്മോർട്ടം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അതേ നമുക്ക് വിശ്വാസമാണ്. ഡോക്ടറിൽ നിനക്ക് വിശ്വാസമുണ്ട്, നേഴ്സിൽ നിനക്ക് വിശ്വാസമുണ്ട്, എഞ്ചിനീയറിൽ നിനക്ക് വിശ്വാസമുണ്ട്, ഓട്ടോ ഡ്രൈവറിൽ വിശ്വാസമുണ്ട്, പൈലറ്റിൽ വിശ്വാസമുണ്ട്. സ്തോത്ര. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ കർത്താവ് നോക്കിയാണ്. സങ്കീർത്തനം 14:1-2. ദൈവത്തിൽ വിശ്വസിക്കുന്ന മണ്ടനല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്ന സ്തോത്രം അതെ ബുദ്ധിമാനുണ്ടോ? ബുദ്ധിമാനുണ്ടോ? അടുത്തിരിക്കുന്നവർ നോക്കി ചോദിക്കുക, ബുദ്ധിയുണ്ടോ? ചോദിക്കും. എന്തോ പറഞ്ഞു? ബുദ്ധിയുണ്ടോ? നീക്കും. ബുദ്ധിയുണ്ടോ? ബുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. സ്തോത്രം. അതെ, മൂഢൻ മടയൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവമുണ്ട്. ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മാറാണ്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു. സ്തോത്രം. കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. ആരിൽ നിന്നുണ്ടായത്? കുരങ്ങനിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. ഞാൻ പറഞ്ഞു, നിന്റെ വലിയപ്പച്ചൻ കുരങ്ങനായിരിക്കാം, എൻ്റെ വലിയപ്പച്ചൻ കുരങ്ങനല്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കമാൻ, ദൈവത്തിൽ വിശ്വാസമുണ്ടോ? സ്തോത്രം. നീ എന്തിലാണോ വിശ്വസിക്കുന്നത് അതിലാണ് നീ ആശ്രയിക്കുന്നത്. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവന് വിശ്വസിച്ചു. ഇതാ മഴ പെയ്യാൻ വേണ്ടി പോകുകയാണ്. പക്ഷെ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, പറഞ്ഞത് മന്ത്രിയും തന്ത്രിയുമല്ല, പറഞ്ഞത് വാക്ക് മാറാത്ത പറഞ്ഞത്. ദൈവം പറഞ്ഞെങ്കിൽ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് ദൈവം. കമാൻ, ദൈവം പറഞ്ഞാൽ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് ദൈവം. ചെയ്യുന്നത് മാത്രമേ ദൈവം പറയത്തുള്ളൂ, പറയുന്നത് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ, ചെയ്യുന്നത് മാത്രമേ ദൈവം പറയത്തുള്ളൂ, പറയുന്നത് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ. കമാൻ, ശബ്ദം ഉയർത്തി കരങ്ങൾ അടിക്കേണ്ടവരെങ്കിൽ കരങ്ങൾ അടിച്ച്, പറയേണ്ടത് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ, ചെയ്യേണ്ടത് മാത്രമേ ദൈവം പറയത്തുള്ളൂ. ദൈവം എന്തെങ്കിലും നിന്നെ നോക്കി പറഞ്ഞു എങ്കിൽ കമാൻ, കാത്തിരിക്ക. ദൈവം എന്തെങ്കിലും നിന്നെ നോക്കി പറഞ്ഞു എങ്കിൽ ഇറ്റ്സ് ഓൺ ദ വേ, അത് വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇല്ലാത്ത വഴിയുണ്ടാക്കി അത് വന്നുകൊണ്ടിരിക്കുന്നു. തിരുവായി കൊണ്ട് ആരില് ചെയ്ത് തിരുക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവനായ ദൈവം നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. മഴ വരുന്നു. സ്തോത്രം. അതെ, നോഹയോട് ദൈവം പറഞ്ഞു, ഇതുവരെ നീ മഴ കണ്ടിട്ടില്ല, ഇതുവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടുമില്ല, മഴയുടെ സ്പെല്ലിംഗ് പോലും നിനക്കറിയത്തില്ലായിരിക്കാം. പക്ഷേ ഞാനിതാ സൃഷ്ടികർത്താവാണ്, പക്ഷേ ഇതാ മഴ പെയ്യിപ്പാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ കേൾക്കുന്നത് സ്ട്രേഞ്ചായ കാര്യങ്ങളാണ്. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടു എന്ന് വിചാരിക്കും. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മപൂർണ്ണൻ പലപ്പോഴും ഭ്രാന്തൻ എന്നാണ് സമൂഹം പറയുന്നത്. സ്തോത്രം. ഇതുവരെ സമൂഹത്തിൽ നടന്നിട്ടില്ലാത്തത്, ഇതുവരെ നിനക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളായിരിക്കും ദൈവം നിന്നോട് പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയില് അത് ഏറ്റെടുത്തോളാം. കാരണം എന്തോ ചരിത്രം നിർമ്മിക്കേണ്ട പരിപാടിയാണ് അപ്പച്ചൻ നിന്റെ ജീവിതത്തിലൂടെ ചെയ്യുന്നത്. എന്തോ ചരിത്രം മെനയുന്നത്. പട്ടണവും ദേശവും കണ്ടിട്ടില്ലാത്ത എന്തോ വലിയ പദ്ധതി, എന്തോ ചരിത്രം മെനയുന്ന കാര്യങ്ങളാണ് ദൈവം നിന്നോട് പറയുന്നത്. കേരള സംസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഭാഗ്യക്കുറി അടിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ് അവന്റെ സിംഹാസനത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു വാക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, 100 കോടി രൂപയേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിന്റെ അധരത്തിൽ നിന്ന് നിന്നെ നോക്കി കടന്നു വരുന്നതായ ഒരു വാക്ക്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. ശ്രദ്ധിക്ക്. അപ്പച്ചൻ എന്താണ് നിന്നെ നോക്കി പറയുന്നത്? ഭോഷ്കില്ലാത്തവനായ ദൈവം, സത്യവാനായ ദൈവം, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം. അവൻ ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ, അവൻ പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ.
വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു. സ്തോത്രം. മഴ പെയ്യാത്ത കാലത്ത് സ്തോത്രം നോഹയുടെ ദൈവം പറയാണ് മഴ വരുന്നു. സ്തോത്രം. അത് കേട്ടപ്പോൾ പുള്ളി ഇതാ സ്തോത്രം എന്തുവാ ഒരു പെട്ടകം ഉണ്ടാക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അത് പറഞ്ഞിട്ട് പറയുകയാണ് ഒരു പെട്ടകം ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ്. ആ പെട്ടകത്തിൻ്റെ സൈസ് ഞാൻ സ്തോത്രം നോക്കി. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 510 അടി നീളമാണ്. 510 അടി നീളമാണ്. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഒരു സ്റ്റേഡിയം കൂടെ ചേർന്നിരുന്നാൽ എങ്ങനെയിരിക്കും? ഏകദേശം 2 സ്തോത്രം സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം 510 അടി നീളമാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 അടി ഉയരമാണ്. 50 അടി 5 നിലയോളം ഉള്ളതായ വലിയ ഹൈറ്റിൽ ഉള്ളതായ വലിയ സ്തോത്രം ഒരു അതേ പെട്ടകം അവൻ പണിയുകയാണ്. എങ്ങനെയാണ് സ്തോത്രം അതേ ചരിത്രത്തിൽ കേൾക്കുന്നത്? മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ വുഡൻ ഫ്രെയിമായിരുന്നു. തടിയിലെ ഏറ്റവും വലിയ പണിയായിരുന്നു, ഏറ്റവും വലിയ വുഡൻ ഫ്രെയിമായിരുന്നു നോഹയുടെ പെട്ടകം. ഏറ്റവും വലിയ വുഡൻ ഫ്രെയിമായിരുന്നു സ്തോത്രം നോഹയുടെ പെട്ടകം. തമ്പുരാൻ പറയുമ്പോൾ ചെറുത് പറയത്തില്ല കുട്ടിയെ, കർത്താവ് പറയുമ്പോൾ വലുതേ പറയത്തുള്ളൂ. ആരെയും എഴുതിയെടുക്കുക. എൻ്റെ അപ്പച്ചൻ പറഞ്ഞാൽ ഒരിക്കലും ചെറുത് പറയത്തില്ല. ചെറുത് ആർക്കും പറയാം, ചെറുത് ആർക്കും ചെയ്യാം. ദൈവം പറയുമ്പോൾ ഏറ്റവും വലുതേ ദൈവം പറയത്തുള്ളൂ. വലുതിന് പലരും എന്നോട് ചോദിക്കാം, എന്തിനാ ഈ വലുതിന് വേണ്ടി പുറപ്പെടുന്നത്? എൻ്റെ കർത്താവ് പരിധിയില്ലാത്തവനാ, എൻ്റെ കർത്താവ് അതിർത്തിയില്ലാത്തവനാ. അതുകൊണ്ട് എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗാഡ് ആൻഡ് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗാഡ്. വില്യംകേരി പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് ചെറുതല്ല നീ പ്രതീക്ഷിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് വലുതാണ് നീ പ്രതീക്ഷിക്കേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് വലുതാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മുമ്പിൽ സ്തോത്രം 4, 3, 7 പേര് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവകൃപയാൽ ഞാൻ കാണുന്നത് ഇന്ത്യയിൽ സ്തോത്രം ഒരു കെട്ടിടത്തിനകത്ത് അതേ ഒതുങ്ങാത്ത വലിയ സഭ ഗ്രൗണ്ടുകളിലേക്ക് സഭായുഗം മാറാൻ പോവാ. ഗ്രൗണ്ടുകളിലേക്ക് സഭായുഗം മാറാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ഞായറാഴ്ച രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രാവിലെ 4 മണിക്ക് നമുക്കൊന്ന് ആരാധിക്കണം. അതേ 4 മുതൽ 7 വരെ ഗ്രൗണ്ടുകളിൽ കത്രിമേശ, ഗ്രൗണ്ടുകളിൽ സഭ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പട്ടണത്തിൽ സ്തോത്രം ഒരു കെട്ടിടത്തിനും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ക്രമത്തിൽ പതിനായിരങ്ങൾ തെക്ക് നിന്ന് വടക്ക് നിന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിക്കൂടുവാൻ വേണ്ടി പോകുന്നു. കാരണം ദൈവം നിന്നെ നോക്കി പറഞ്ഞാൽ കുഞ്ഞ് ബിസിനസ് അല്ല, കുഞ്ഞ് ശുശ്രൂഷയല്ല, കുഞ്ഞ് ഭാവിയല്ല, കുഞ്ഞ് എഡ്യൂക്കേഷൻ അല്ല. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിന്നെ കുറിച്ച് പറഞ്ഞാൽ, നിന്റെ ഭാവിയെ നോക്കി പറഞ്ഞാൽ അതേ ദൈവം വലുതേ പറയത്തുള്ളൂ. ഇതുവരെ ആരിലും പെയ്ത് കാണത്തില്ല, ആരിലും നനഞ്ഞ് കാണത്തില്ല, ആരും കണ്ടു കാണത്തില്ല, ആരും സ്തോത്രം ഉൾക്കൊണ്ട് കാണത്തില്ല. പക്ഷേ നിന്നെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നിൽ അവൻ കൃപ പകർന്നിരിക്കുന്നു, നിന്നെ തൻ്റെ പദ്ധതിക്ക് വേണ്ടി അവൻ വേർതിരിച്ചിരിക്കുന്നു. നീ മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ട് ചെറുതല്ല നീ പ്ലാൻ ചെയ്യേണ്ടത്. കം ഓൺ, പ്ലാൻ സംതിങ് ബിഗ്, എക്സ്പെക്ട് സംതിങ് ബിഗ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അതെ സ്തോത്രം. അവൻ പെട്ടകം പണിയാണ്, അവൻ പെട്ടകം പണിയാണ്. വീട്ടിൽ വന്ന് സ്തോത്രം അതെ അവൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നു, അതെ പെട്ടകം പണിയാൻ ദൈവം പറഞ്ഞിരിക്കുന്നു. എൻ്റെ വീട്ടുകാരവനോട് സ്തോത്രം യോജിച്ചു കേട്ടോ. ആ ഭാര്യ യോജിച്ചു. അവൾക്ക് ട്രോഫി കൊടുക്കണം, സ്തോത്രം. ആ പിള്ളേർക്ക് കേക്കും കൊടുക്കണം, സ്തോത്രം. അല്ലാതെ അപ്പൻ പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ അപ്പനെ പെട്ടിയിലാക്കുന്ന പരിപാടിയല്ല ചെയ്തത്. സ്തോത്രം. ഒരിക്കൽ കൂടെ അപ്പൻ പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ ആരോടെ ഞാൻ പറയുന്നത്, അപ്പനെന്തോ കുഴപ്പമുണ്ട്, അവനെ ആ ഊളംപാറ കൊണ്ടുപോയി അടച്ചിടെന്ന് പറഞ്ഞ് പെട്ടിയിലാക്കുന്ന പരിപാടിയല്ല ചെയ്തത്. അപ്പൻ വിളിച്ച ദൈവത്തോട് ആ വീട്ടുകാർ ചേർന്ന് നിന്നു. ദൈവത്തെ വിളിക്കുന്ന മാതാപിതാക്കളോട് ചേർന്ന് നിൽക്ക്. ആ തലതിരിഞ്ഞ പെണ്ണുങ്ങളെല്ലാം കേൾക്കട്ടെ, ആ തലതിരിഞ്ഞ കുട്ടികളെല്ലാം കേൾക്കട്ടെ. അപ്പനെ വിളിക്കുന്ന ദൈവത്തെ വിളിക്കുന്ന അപ്പനോട് ചേർന്ന് നിൽക്ക്, ദൈവത്തെ വിളിക്കുന്ന അമ്മയോട് ചേർന്ന് നിൽക്ക്. നീ അനുഗ്രഹിക്കപ്പെടാൻ, നിനക്ക് പഠിക്കുമ്പോൾ ബുദ്ധി ഉണ്ടാകാൻ. ഈ ദിവസങ്ങൾ എക്സാമിനേഷൻ തുടങ്ങുന്നില്ലേ? അങ്ങളെ പ്രാർത്ഥിക്കണേ. മക്കളെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല, നീ നേരെ ചൊവ്വേ ജീവിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ നീ അനുഗ്രഹിക്കപ്പെടുന്നത്. നിന്റെ ജീവിതത്തിൽ ഫേവർ ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാക്കണമെങ്കിൽ നീ മാതാവിനെയും പിതാവിനെയും അനുസരിക്കണം. നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ വാതിലുകൾ തുറക്കണമെങ്കിൽ നീ അപ്പനെയും അമ്മയും അനുസരിക്കേണ്ടവൻ നീ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അനുഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അനുസരണത്തിലാണ്. ഒരിക്കൽ കൂടെ, അനുസരണത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് അനുഗ്രഹത്തിലാണ്. അനുഗ്രഹം എന്ന പ്ലെയിൻ ലാൻഡ് ചെയ്യണമെങ്കിൽ അനുസരണം എന്ന റൺവേ ആവശ്യമാണ്. എഴുതിയെടുത്ത് കാണുന്ന പഠിക്ക്. അനുഗ്രഹം എന്ന പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് അനുസരണം എന്ന റൺവേയിലാണ്. അനുഗ്രഹം എന്ന പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് അനുസരണം എന്ന സ്തോത്രം റൺവേയിലാണ്. നീ അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു പോയി. നീ അനുഗ്രഹം കേട്ട് പോകുന്നതേ ഉള്ളൂ. നിന്റെ അനുഗ്രഹത്തിൽ ആ അനുഗ്രഹം കേട്ട് അനുഗ്രഹം നിന്നിൽ ലാൻഡ് ചെയ്യാത്തത് നിന്റെ അനുസരണമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന സകല കുട്ടികളും അനുസരണത്തിന് അടയാളങ്ങളാകട്ടെ.
അനുസരണത്തിന് അടയാളങ്ങളാകട്ടെ. സ്തോത്രം. അതെ, എൻ്റെ മുമ്പിൽ ഒരുത്തന്നെ ഇരിപ്പുണ്ട്. സ്തോത്രം. അബിക്കായി സ്തോത്രം. അതെ, അവൻ ഭയങ്കര അനുസരണക്കുട്ടനാണ്. അതെ, സ്തോത്രം. അതുപോലെ ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാ കുഞ്ഞുങ്ങളും അനുസരണയുടെ അടയാളങ്ങളാകട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. അതെ, ആ നോഗയുടെ ഭാര്യ സ്തോത്രം, അവൻ്റെ 3 മക്കള് ഷേം, ഹാം, യാഫത്ത് അവനോട് ചേർന്ന് നിന്ന് അവനിതാ സ്തോത്രം പെട്ടകം പണിയുകയാണ്. ഈ പുള്ളിയുടെ പ്രത്യേകത വിശ്വാസം എന്ന ആ കാര്യത്തിന് വേണ്ടി അവൻ ലേബർ ചെയ്ത്. ഈസ് ദ മാൻ who was working for his faith. അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒഴിഞ്ഞ വാക്കുകളല്ല ഇരിക്കുന്നത്. empty words, വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെ, വെള്ളമില്ലാത്ത മേഘങ്ങൾ പോലെ ഒഴിഞ്ഞ വാക്കുകളല്ല അവനായിരുന്നത്. അവൻ കേട്ട വിശ്വാസത്തിനനുസരിച്ച് അവനിതാ പെട്ടകം പണിയുകയാണ്. പെട്ടകം പണിയുക. ഇങ്ങനെ ആ ചരിത്രത്തിൽ ഞങ്ങളുടെ സ്തോത്രം തീരപ്രദേശത്ത് നിന്ന്, സമുദ്ര തീരത്ത് നിന്ന് 150 കിലോമീറ്റർ മാറിയുള്ള സ്ഥലത്താണ് ഇവൻ ഈ കപ്പൽ പണിയുന്നത്, ഇവൻ ഈ ബോട്ട് പണിയുന്നത്. ആ ബീച്ചിലല്ല പണിത്. ആ ശംഖുമുഖത്ത് പണിയുന്നെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടായിരുന്നു. അപ്പുറത്തേക്ക് തള്ളി ഇറക്കാം. സ്തോത്രം. തള്ളി ഇറക്കാം. സ്തോത്രം. അതെ, തള്ളി ഇറക്കാം. പലരും തള്ളി കാണാമല്ലോ. സ്തോത്രം. അതെ. പക്ഷേ യവൻ പണിതത് ആ തീരത്ത് നിന്ന് 150 കിലോമീറ്റർ അകലെ, വെള്ളം കയറി വരാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത്, മഴ പെയ്യാത്ത സാഹചര്യത്തിൽ, സാധ്യതയില്ലാത്ത സ്ഥലത്ത്, മഴ പെയ്യാത്ത സാഹചര്യത്തിൽ, സാധ്യതയില്ലാത്ത സ്ഥലത്ത്, മഴ പെയ്യാൻ സാഹചര്യമില്ലാത്ത സ്ഥലത്ത് വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യുകയാണ്. കമാൺ. സാധ്യതയില്ലാത്ത സ്ഥലത്ത്, സാഹചര്യമില്ലാത്തടത്ത് വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. സാധ്യതയില്ലാത്ത സ്ഥലത്ത്, സാഹചര്യമില്ലാത്ത സ്ഥലത്ത് വിശ്വാസത്തിന് പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നീ ഭൂമിയിൽ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുക. നീ ഭൂമിയിൽ ചെയ്യുമ്പോൾ, നീ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. പുള്ളി സ്തോത്രം. അതെ, ആ മരങ്ങളെ വെട്ടിയിടുന്നു. സ്തോത്രം. ആ മരങ്ങളെ യോജിപ്പിക്കുന്നു. അതിനെ കീല് തേച്ച് അതിനെ യോജിപ്പിച്ച് ഉറപ്പിക്കുന്നു. ആ യോജിപ്പിച്ച് ഉറപ്പിക്കുന്നു എന്നതിന് എക്സാക്ട്ലി സെയിം വേർഡാണ് അറ്റുണിമെന്റ്. മഹാപാപ പരിഹാര ദിനത്തിന് മനുഷ്യൻ കയറി വന്ന് ദൈവത്തോട് യോജിക്കുന്നു എന്ന പദം യൂസ് ചെയ്തിരിക്കുന്ന സെയിം പദമാണ്. സ്തോത്രം. മഹാപാപ പരിഹാര ദിനം, അതായത് യോങ്കിപ്പോർ, മഹാപാപ പരിഹാര ദിനം, യോങ്കിപ്പോർ, ഡേ ഓഫ് അറ്റുണിമെന്റ്, അറ്റ് ഒരിക്കലും വേർതിരിപ്പാൻ കഴിയാതെ ഒന്നായി തീരുന്ന ആ അതേ പദമാണ് ഈ യൂസ് ചെയ്തിരിക്കുന്നത്. ആ പലകകളെ തമ്മിൽ അവൻ കയ്യിൽ തേച്ച് അവൻ യോജിപ്പിച്ചിരിക്കുന്നു. ആ യോജിച്ചത് കൊണ്ടാണ് ലോകത്തിന്, വെള്ളത്തിന് അവനെ മുക്കാൻ കഴിയാത്തത്. കമോൺ. യേശുവിൻ്റെ നാമത്തിൽ ആർക്കാ പ്രശ്നമില്ലാത്ത, ആർക്കാ വെല്ലുവിളിയില്ലാത്ത, ആർക്കാ സ്തോത്രം പോരാട്ടമില്ലാത്ത? വെല്ലുവിളി ഉണ്ടായിരിക്കും, പ്രശ്നം ഉണ്ടായിരിക്കും, പോരാട്ടം ഉണ്ടായിരിക്കും. പക്ഷേ യോജിക്കേണ്ടവരോട് യോജിച്ചിരിക്കുമ്പോൾ ഞാൻ മുങ്ങിപ്പോകത്തില്ല. കമോൺ. യോജിക്കേണ്ടവരോട് ഞാൻ യോജിച്ചിരിക്കുമ്പോൾ ഞാൻ മുങ്ങിപ്പോകത്തില്ല. ആ പഴയ വാക്യം വീണ്ടും ഞാൻ പറയട്ടെ. ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? എന്നെ വേർപിരിക്കുന്നത് ആർ? അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, നമ്മൾ യോജിച്ചിരിക്കണം. പെട്ടെന്ന് പറ, നമ്മൾ യോജിക്കേണ്ടവനോട് യോജിച്ചിരിക്കണം. യോജിക്കാൻ പാടില്ലാത്തവരോടല്ല, യോജിക്കേണ്ടവനോട് നമ്മൾ യോജിച്ചിരിക്കണം. അവനിതാ സ്തോത്രം. അതേ, പണിയുകയാണ്. 500 അടി, 510 അടിയും നീളത്തിൽ, 50 അടി ഉയരത്തിൽ അവനിതാ സ്തോത്രം പണിതിട്ടിരിക്കുക. അവൻ പണിതിട്ടിരിക്കുക. അവൻ പണിയുകയാണ്. അവൻ പണിയുകയാണ്. അവൻ പണിയുകയാണ്. അവൻ പണിയുമ്പോൾ തിരുവചനം പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം, അവൻ പണിതിട്ടിരിക്കുമ്പോൾ തന്നെ അവൻ ആരായിരുന്നു? അവൻ നീതി പ്രസംഗിയായിരുന്നു. അവൻ പ്രസംഗിച്ചിട്ടിരുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ നീതി പ്രസംഗിയായ നോഹ, നീതി പ്രസംഗിയായ നോഹ, സ്തോത്രം, നീതി പ്രസംഗിയായ നോഹ, അവന് ഡബിൾ ജോബ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഡബിൾ ജോബ്. സ്തോത്രം. അമേരിക്കയിൽ പലർക്കും ഡബിൾ ജോബ് എടുക്കുന്നത് പോലെ ഈ പുള്ളിക്ക് 2 ജോലി ഉണ്ടായിരുന്നു. ഒന്ന് പുള്ളി പണിയുകയാണ്, മറ്റൊന്ന് പുള്ളി പ്രസംഗിക്കുകയാണ്. ഒന്ന് പുള്ളി പണിയുകയാണ്, മറ്റൊന്ന് പുള്ളി പ്രസംഗിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രസംഗം എന്ന് പറഞ്ഞാൽ, എൻ്റെ തമ്പുരാൻ എത്ര പ്രസംഗമാണ്. എൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പ്രസംഗം എന്ന് പറയുന്നത് 7.5 മണിക്കൂറാണ് വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. ആരും പേടിക്കല്ലേ. ഇന്ന് പകൽ ആ റെക്കോർഡ് ഞാൻ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. വിത്തൗട്ട് ട്രാൻസ്ലേഷൻ 7.5 മണിക്കൂറാണ് നമ്മൾ പ്രസംഗിച്ച. 300 ദാഹമുള്ള പാസ്റ്റർമാരും അവരുടെ ഭാര്യമാരും പവർ ഇവാഞ്ചലിസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. നമ്മൾ പ്രസംഗിച്ചു. വാച്ച് നോക്കിയപ്പോൾ 7.5 മണിക്കൂറായി. സ്തോത്രം. പക്ഷെ നോഗയുടെ പ്രസംഗം 10 മിനിറ്റ് പോലും നീങ്ങുന്നില്ല. 2 വാക്കേ ഉള്ളൂ. നോഗയുടെ പ്രസംഗത്തിന് 2 വാക്കേ ഉള്ളൂ. മഴ വരുന്നേ. നോഹയുടെ പ്രസംഗം അത്രയേ ഉള്ളൂ. സ്തോത്രം. 2 വാക്കാണ് നോഹ പ്രസംഗിച്ചത്. മഴ വരുന്നേ. കണ്ടിട്ടില്ലാത്ത എന്തോ വരുന്നു? എല്ലാവരും പറഞ്ഞാട്ടെ. മഴ വരുന്നേ, മഴ വരുന്നേ. ഈ 510 അടി നീളം, 50 അടി ഉയരത്തിൽ പുള്ളി പണിയുകയാണ്. എത്ര നാളാണ് പണിതത്? 120 വർഷം പണിതു. 120 വർഷം പണിതു. 120 വർഷം പുള്ളി, സ്തോത്രം, അതെ, പറഞ്ഞു, അവൻ പണിതു. അവൻ പറഞ്ഞു, അവൻ പണിതു. അവൻ പണിതു, അതുപോലെ അവൻ പറഞ്ഞു. പണിയുന്നതായിരിക്കണം പറയേണ്ടത്, പറയേണ്ടതായിരിക്കണം പണിയുന്നത്.
ഒരിക്കൽ കൂടെ പണിയുന്നത് പോലെയായിരിക്കണം പറയുന്നത് പോലെയായിരിക്കണം പണിയേണ്ടത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറഞ്ഞത്? സ്തോത്രം. യെസ്, അതാണ് നീതി പ്രസംഗി എന്ന് പറയുന്നത്. അവൻ ഒരിക്കലും സ്തോത്രം ചായം തേച്ച് മുന്നിൽ നിൽക്കുന്ന ഒരു ആക്ടറെ പോലെയല്ല. എങ്ങനെയാണോ അവൻ ജീവിക്കുന്നത്, ആ ജീവിതമാണ് പുള്ളി പ്രസംഗിച്ചത്. എന്താണോ പ്രസംഗിച്ചത് അതുപോലെയാണ് പുള്ളി ജീവിച്ചത്. എന്താണോ പ്രസംഗിച്ചത് പോലെയാണ് പുള്ളി ജീവിച്ചത്. എങ്ങനെയാണോ ജീവിച്ചത്, ആ ജീവിച്ചത് പോലെയാണ് പുള്ളി പ്രസംഗിച്ചത്. മഴ വരുന്നേ, അവരിതാ സ്തോത്രം പെട്ടകം പണിയുകയാണ്. 120 വർഷം അവൻ സ്തോത്രം 120 വർഷം കൊണ്ട് പെട്ടകം പണിയുകയാണ്. സ്തോത്രം. കേൾക്കണം, തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. സ്തോത്രം. നോഹ അവൻ പെട്ടകം പണിയുമ്പോൾ അവൻ പ്രസംഗിച്ചിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നേ പകല് ഏകദേശം ഉച്ചവരെ പുള്ളി പെട്ടകം പണിയായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം സ്തോത്രം ആ നാട്ടിലുള്ള എല്ലാവരോടും ഓടിപ്പോയി പുള്ളി പറയുമായിരിക്കും, പിന്നെ കൊണപ്പെട്ടോളണം, മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഷിഫ്റ്റാണ്. മോർണിംഗ് ഷിഫ്റ്റ് പുള്ളി പെട്ടകം പണിയാണ്, ഈവനിങ് ഷിഫ്റ്റ് പുള്ളി പ്രസംഗിക്കുകയാണ്. നാട്ടിലുള്ള എല്ലാവരോടും പോയി പറഞ്ഞു, സ്തോത്രം മഴ വരുന്നു. പക്ഷെ നാട്ടുകാർക്ക് മഴ കണ്ടിട്ടില്ല. അവർ പറഞ്ഞു, എവനെന്തോ കുഴപ്പമുണ്ട്, ഫിംഗർ ഫാൻ, എവനെന്തോ കുഴപ്പമുണ്ട്. സ്തോത്രം. എവനെന്തോ അബ്നോർമലാണ്, ഈസ് എ വിയേർഡ് പേഴ്സൺ എന്നായിരിക്കും നാട്ടുകാർ പറഞ്ഞത്. സ്തോത്രം. അവനൊരു ബുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഈസ് എ വേർഡ് പേഴ്സൺ എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടത്, നോ, ഈസ് നോട്ട് ആൻ ഓർഡിനറി മാൻ. ഹി വാസ് വാക്കിംഗ് വിത്ത് ഗാഡ്, ഹി വാസ് വർക്കിംഗ് ഫോർ ദ ലോർഡ്, ഹി വാസ് വെയിറ്റിംഗ് ബിഫോർ ദ ലോർഡ്, ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഹി വാസ് വർഷിപ്പിംഗ് ഇൻ ദ ലോർഡ്. സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രവർത്തിക്കുകയാണ്, അവന് ദൈവത്തോട് കൂടെ നടക്കുകയാണ്. അവന് സമൂഹം വിളിച്ചത് വിയേർഡ് എന്നാണ്. സമൂഹം പറഞ്ഞത് ഇവൻ ആള് മോശമെന്നാണ്. സ്തോത്രം. യവൻ മോശം. പക്ഷേ സമൂഹത്തിൽ അവൻ ഒറ്റപ്പെട്ടിട്ട് അവൻ പറഞ്ഞു, നോ, മഴ വരുന്നു, നിങ്ങൾക്ക് ദൈവത്തെ വേണം, ദൈവത്തെ നിങ്ങൾക്ക് വേണം, ദൈവത്തെ വേണം, നീ മാനസാന്തരപ്പെടണം, ആ പെട്ടകത്തിൽ വന്ന് നീ രക്ഷപ്പെടണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം. അതേ പഞ്ചിൽ ഞാൻ പറയട്ടെ, അതേ ക്രമത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം. ദേശത്തിൽ നാശമുണ്ട്, ലോകത്തിൽ നാശമുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ്തുവാകുന്ന പെട്ടകം നിനക്ക് വേണം. നോക്ക്, എല്ലാവരോടും പറഞ്ഞു, വന്ന് കയറിക്കോ, ഈ പെട്ടകത്തിൽ വന്ന് കയറിക്കോ. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഈ പെട്ടകത്തിൽ വന്ന് കയറിക്കോ. ആ പെട്ടകം എന്ന് പറയുന്നത് മറ്റാരുമല്ല, കർത്താവായ യേശുവാണ്. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരി സഹോദരന്മാരെ, അന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നോഹ പറഞ്ഞു, ലോകത്തിൽ വെള്ളം പൊങ്ങാൻ വേണ്ടി പോകുന്നു, ലോകത്തിൽ നാശം വരാൻ വേണ്ടി പോകുന്നു, ദേശം നശിപ്പാൻ വേണ്ടി പോകുന്നു. ഈ നാശത്തിൽ രക്ഷ നടുവാൻ നിങ്ങൾ ഈ പെട്ടകത്തിൽ കയറണം. ഈ കോവിഡ് കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, 3rd വേവിൽ ഈ രാജ്യം അമർന്നിരിക്കുമ്പോൾ, ലക്ഷങ്ങൾ ഓരോ ദിവസം സ്തോത്രം രോഗികളായി തീരുമ്പോൾ, നീ രക്ഷ നടുവാൻ പല സ്ഥലങ്ങളില്ല, പല വ്യക്തികളില്ല, പല സ്ഥാനങ്ങളില്ല. ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശു. ആ യേശുവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ തക്കോണം കഴിയത്തുള്ളൂ. നിനക്ക് വേണ്ടിയത് യേശുവാണ്, നിനക്ക് വേണ്ടിയത് യേശുവാണ്. നിങ്ങൾ പറയും, ഞാൻ വലിയ ബുദ്ധിമാനാണ്, നീ പറയും എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് എല്ലാവരെയും അറിയാം. പക്ഷേ നിങ്ങൾ ആരാണെങ്കിലും, യു നീഡ് ജീസസ്. നിനക്ക് വേണ്ടിയത് സ്തോത്രം കർത്താവായ യേശുവിനെയാണ്. യേശുവിനെ നിങ്ങൾക്ക് ആവശ്യം. സ്തോത്രം. വലിയൊരു സൗന്ദര്യ റാണിയായിരുന്നു മെർലിൻ മൺറോ. എത്ര പേർ കേട്ടിട്ടുണ്ട് മെർലിൻ മൺറോ എന്ന് പറയുന്നത് ഒരു സിനിമാ നടിയാണ്. സ്തോത്രം. ഞാൻ അവരുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല, എനിക്ക് നേരമില്ല, കാണാനൊട്ട് താല്പര്യമില്ല. പക്ഷേ മെർലിൻ മൺറോയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ്മാരെ പോലും കൺട്രോൾ ചെയ്യത്തക്ക സൗന്ദര്യത്താൽ സ്തോത്രം കൺട്രോൾ ചെയ്യത്തക്ക ഒരു വ്യക്തിയായിരുന്നു മെർലിൻ മൺറോ. അമേരിക്കയിലെ വലിയ സ്തോത്രം ബിസിനസ്സുകാരെ, ബുദ്ധിമാന്മാരെ, പ്രസിഡന്റുമാരൊക്കെ കൺട്രോൾ ചെയ്തവളായിരുന്നു മെർലിൻ മൺറോ. ജീവിച്ചിരിക്കുന്നതായി ആ നാളിൽ ഒരു ദിവസം ഡോക്ടർ ബില്ലി ഗ്രഹാമിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സ്തോത്രം, അതെ, നീ മെർലിൻ മൺറോയെ പോയി കാണണം, മെർലിൻ മൺറോയെ പോയി കണ്ടിട്ട് നീ അവളോട് സുവിശേഷം പറയണം. സ്തോത്രം. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. സൗന്ദര്യ തിടമ്പായ മെർലിൻ മൺറോ ഏറ്റവും ഫേമസ് ആയ സിനിമാ നടിയാണ്, ഹോളിവുഡിലെ ഏറ്റവും വലിയ താരമാണ്. അവരെ കാണാൻ ഡോക്ടർ ബില്ലി ഗ്രഹാം എന്ന ദൈവത്തിൻ്റെ ദാസൻ തൻ്റെ യൗവന പ്രായത്തിൽ അദ്ദേഹം കടന്നുപോയി. 15 മിനിറ്റ് വളരെ കൃത്യവും വ്യക്തവുമായി സുവിശേഷം പറഞ്ഞു. യേശു നിനക്ക് വേണ്ടി മരിച്ചു, യേശു നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം. നിന്റെ സൗന്ദര്യം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ സ്വാധീനം നിന്നെ രക്ഷിക്കത്തില്ല, നിന്റെ ചുറ്റുപാടുകളൊന്നും നിന്നെ രക്ഷിക്കത്തില്ല. യേശുവിനെ മാത്രമേ നിന്നെ രക്ഷിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. യു നീഡ് ജീസസ്. യേശുവിനെ നിനക്ക് വേണം. പക്ഷെ അഹങ്കാരത്തോടെ അവൾ ഇപ്രകാരം പറഞ്ഞു, സ്തോത്രം, അതെ, നിന്റെ യേശുവിനെ എനിക്ക് ആവശ്യമില്ല,
നിന്റെ യേശുവിനെ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞു ആൾമോസ്റ്റ് ഗെറ്റ് ഔട്ട് അടിക്കുന്ന പരുവത്തിന് ബില്ലി ഗ്രഹാമിനെ സ്തോത്രം അവർ ആ റൂമിൽ നിന്ന് പുറത്താക്കി. വളരെ വേദനയോടെ ദൈവത്തിൻ്റെ ദാസൻ പുറത്തിറങ്ങി. പക്ഷേ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ലോകം മുഴുവൻ ഞെട്ടുന്നതായ വാർത്ത അറിഞ്ഞു. മെർലിൻ മൺറോ ആത്മഹത്യ ചെയ്തു. യേശു ഇല്ലെങ്കിൽ നീ നശിച്ചു പോകും. നിനക്ക് എത്ര വലിയ സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര വലിയ ധനമുണ്ടെങ്കിലും, എത്ര വലിയ സ്വാധീനമുണ്ടെങ്കിലും, നിന്റെ സ്വാധീനം നിന്നെ രക്ഷിക്കത്തില്ല. നിന്റെ ഇൻഫ്ലുവൻസ്, നിന്റെ ഫ്രണ്ട് സർക്കിൾ നിനക്ക് സഹായിക്കത്തില്ല. നിനക്ക് ഇന്ന് പകൽക്കാലം സഹായമായിരിക്കേണ്ടത്, നിന്നെ രക്ഷിക്കേണ്ടത്, നിന്നെ സൂക്ഷിക്കേണ്ടത് കർത്താവാണ്. കർത്താവ് യേശുവാണ് നിന്നെ രക്ഷിക്കേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേം സ്തോത്രം സെൻഹദരീൻ സംഘത്തിന് മുൻപിൽ പത്രോസ് നിൽക്കുകയാണ്. അതേ സെൻഹദരീൻ സംഘമാണ് സ്തോത്രം യേശു കർത്താവാകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ക്രൂശിച്ചത്. ആ 70 പേരുടെ മുൻപിൽ നിന്ന് പത്രോസ് തല ഉയർത്തി പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ സ്തോത്രം ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ചേടാ പത്രോസ്, ഇതെന്തോ ധൈര്യമാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് നീയല്ലയോ 18 വയസ്സ് പ്രായമുള്ള ആ പെണ്ണിന്റെ മുമ്പിൽ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് 3 ടോണിൽ നീയല്ലയോ, 3 പിച്ചിൽ നീയല്ലയോ യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അപ്പോൾ പത്രോസ് പറയും, അതെ, അത് പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഞാൻ പേടിത്തൊണ്ടനായിരുന്നു. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ മുൻപിൽ പോലും എനിക്ക് നിൽപ്പാൻ കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തിൻ്റെ മുൻപിലും ഞാൻ നിൽക്കും. ഏതിൻ്റെ മുൻപിൽ, ആരുടെ മുൻപിൽ വേണമോ ഞാൻ നിൽക്കും. ഇന്ന് പകൽക്കാലം ആർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഉള്ളത് കൊണ്ട് നീ സകലത്തിന് മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നീ ധൈര്യത്തോടെ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭയം മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം ഭയം മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ. എല്ലാറ്റിനും മുൻപ് തല കുനിഞ്ഞ നാണം കുണിയല്ല നിൽക്കുന്നത്. കമാൺ, തല ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ നിൽക്കുകയല്ല, എന്നെ നിർത്തുകയാണ്. പറ, ഞാൻ നിൽക്കുകയല്ല, എന്നെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടെ, ഞാൻ നിൽക്കുകയല്ല, എന്നെ നിർത്തുകയാണ്. പത്രോസ് നിൽക്കുകയല്ല, പത്രോസിനെ കർത്താവ് നിർത്തിയിരിക്കുക. പരിശുദ്ധാത്മാവിൽ നിന്നിട്ട് പത്രോസ് ഇപ്രകാരം പറയുന്നു, the Lord whom you crucified, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിനെ ഞങ്ങൾ സാക്ഷികളാക്കുന്നു. 3 ഡയറക്ഷൻ: 1 നിങ്ങൾ, 2 ദൈവം, 3 ഞങ്ങൾ. 1 നിങ്ങൾ, 2 ദൈവം, 3 ഞങ്ങൾ. അതെ, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിനെ ഞങ്ങൾ സാക്ഷികളാക്കുന്നു. അടുത്ത പദം, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽക്കാലം നീ രക്ഷിക്കപ്പെടുവാൻ, നീ സംരക്ഷിക്കപ്പെടുവാൻ വേറെ ആരാലും കഴിയത്തില്ല. വേറെ ഒന്നിനും ഒരുത്തർക്കും നിന്നെ ഒരിക്കലും സംരക്ഷിപ്പാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടിയത് യേശുവാണ്. യേശുവിന് മാത്രമേ നിന്നെ സംരക്ഷിപ്പാൻ കഴിയത്തുള്ളൂ. യേശുവിന് മാത്രമേ നിന്നെ അണയ്ക്കാൻ കഴിയത്തുള്ളൂ. യേശുവിലായിരിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യു നീഡ് ജീസസ്. ഇന്ന് പകൽക്കാലം ഈ ചാനൽ, ഈ വെബ് സ്ട്രീമിൽ നീ വെറുതെ വന്ന് കയറിയതല്ല. സ്തോത്രം, യു നീഡ് ജീസസ്. നീ ഏത് വ്യക്തിയാണെങ്കിലും, നീ LDF ആണെങ്കിലും, UDF ആണെങ്കിലും, മൂന്നാം മുന്നണിയാണെങ്കിലും, ഏത് മതത്തിലും ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും നിനക്ക് വേണ്ടിയത് യേശുവാണ്. പ്രസിഡന്റുമാർ കല്ലറയിൽ അവസാനിച്ചു, പ്രധാനമന്ത്രിമാർ അതേ കല്ലറയിൽ അവസാനിച്ചു. പക്ഷേ യേശു കല്ലറയിൽ അവസാനിച്ചിട്ടില്ല. ദൂതൻ പറഞ്ഞു, ഹീസ് നോ മോർ ഹിയർ. അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കർത്താവ് കല്ലറയിലില്ല. യേശുവിന്റെ പല്ലും എല്ലും തലമുടിയും കല്ലറയിലില്ല. പകരം അവൻ ഉയർത്തെഴുന്നേറ്റ് പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ലോകത്തിൽ എന്തൊക്കെ ഉയർന്നാലും, എന്തൊക്കെ പെരുവെള്ളം ഉയർന്നാലും, യു നീഡ് ജീസസ്. യേശു ആകുന്ന പെട്ടകത്തിലേക്ക് ഓടിക്കോ. യേശുവാകുന്ന പെട്ടകത്തിലേക്ക് ഓടിക്കോ. തിരുവചനം പറയുന്നു, ഒറ്റ വാതിലായിരുന്നു ആ പെട്ടകത്തിനുണ്ടായിരുന്നത്. ഒറ്റ വാതിൽ. എല്ലാവരും പറഞ്ഞാട്ടെ, എത്ര വാതിൽ? ഒറ്റ വാതിൽ. പ്രവാചകനിലൂടെ വന്നു, പാസ്റ്ററിലൂടെ വന്നു, പ്രയർ വാരിയറിലൂടെ വന്നു, അമ്മ പെന്തിക്കോസ് ആയതുകൊണ്ട് വന്നു, അപ്പം പറഞ്ഞതുകൊണ്ട് സ്നാനപ്പെട്ടു. നോ, അതെല്ലാം കള്ള മാനസാന്തരമാണ്. എന്നാൽ സ്തോത്രം, ഒറ്റ വാതിലേ ഉള്ളൂ, യേശുവാകുന്ന ഏക വാതിൽ. ആടുകളുടെ വാതിലാകുന്ന ഞാനെന്ന യേശു. ആ പെട്ടകത്തിന് ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിലൂടെ മാനസാന്തരപ്പെട്ട് വന്നവർക്കായി സ്തോത്രം. യേശുവിലൂടെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ കടന്നു വന്നവർക്കായി സ്തോത്രം. ആ പെട്ടകത്തിൽ ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒറ്റ വാതിലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്തോത്രം, വളരെ വളരെ പ്രൊഫറ്റിക് പഞ്ചിൽ വളരെ വാണിംഗ് ആയി ഞാൻ പറയട്ടെ, ആ വാതിലിനൊരു പേരുണ്ട്. ആ വാതിലിന്റെ പേരാണ് കൃപയുടെ വാതിൽ. എല്ലാവരും പറഞ്ഞാട്ടെ, കൃപയുടെ വാതിൽ. എല്ലാവരും പറഞ്ഞാട്ടെ, കൃപയുടെ വാതിൽ. കാരണം ഇപ്പോൾ നാം ആയിരിക്കുന്നത് കൃപായുഗത്തിലാണ്. സഭായുഗത്തിൻ്റെ വേറൊരു പേരാണ് കൃപായുഗം.
സ്തോത്രം. സഭായുഗത്തിന്റെ മറ്റൊരു പേരാണ് കൃപായുഗം. ആ കൃപയുടെ വാതിൽ പൂട്ടേണ്ട നേരമായി, ആ കൃപയുടെ വാതിൽ പൂട്ടേണ്ട നേരമായി. ആ കൃപയുടെ വാതിൽ പൂട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെങ്കിലും എഴുന്നേറ്റാട്ടെ, അത് യേശുവിൻ്റെ അടുക്കലേക്ക് ദൈവസന്നിധിയിൽ ഓടി വന്നാട്ടെ. നോഹ ദേശം മുഴുവൻ ഓടി നടന്ന് സ്തോത്രം പ്രസംഗിച്ച് ആരും വന്നില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർ വിശ്വസിച്ചു. എൻ്റെ പുറത്ത് കൊയ്ത്തില്ലെങ്കിലും അകത്ത് സ്തോത്രം വീട് സപ്പോർട്ടായിരുന്നു. ദേവൻ ദൈവത്തെ വിളിച്ച ദൈവത്തിൻ്റെ ദാസൻ വീട്ടിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഭാര്യ, ഇന്നും ലേറ്റായി കേട്ടാ, ഞങ്ങൾക്ക് നേരത്തെ ഉറങ്ങണം, നേരത്തും കാലത്തുമൊക്കെ പ്രസംഗം നിർത്തിയിട്ട് വരണം എന്നല്ല അവൾ പറഞ്ഞത്. ഇന്നും കപ്പൽ തള്ളാൻ പോയി. പിള്ളേരെ നോക്കിയിട്ട് മൂന്നെണ്ണത്തിന്, ഷേമിനെയും ഹാമിനെയും യാഫത്തിനെ നോക്കി, നിൻ്റെ അപ്പനുണ്ടല്ലോ എന്തോ കപ്പൽ തള്ളുക, മഴ എന്നല്ല ആ വീട്ടുകാർ പറഞ്ഞത്. അവർ ചേർന്ന് നിന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചേർന്ന് നിൽക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒറ്റ അഭിപ്രായത്തിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽക്കാലം സ്തോത്രം. ചിലർ കൊയിലാണ്ടിക്ക് തള്ളുന്നു, വേറെ ചിലർ കോഴിക്കോട് തള്ളുന്നു. രണ്ടും പോകാതെ കൊച്ചിയിൽ നിന്ന് വന്ന് നിൽക്കുന്ന പരിപാടിയല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലോക്ക്ഡൗണായി ആ വീട്ടിലിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരേ ഷേപ്പിൽ, ഒരേ സിമെട്രിക്കായി, ഒരേ ആകൃതിയിൽ രണ്ട് കരൂപുകൾ ഇരിക്കുമ്പോൾ അവൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിക്കിടക്കുന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ആ വീട്ടിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി നിൽക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. അതെ, അവൻ്റെ ഭാര്യയും അവൻ്റെ 3 പിള്ളേരും ദൈവത്തിൻ്റെ സന്നിധികൾ ചേർന്ന് നിന്നു. സ്തോത്രം. അവൻ പറഞ്ഞത് അവർ അംഗീകരിച്ചു. സ്തോത്രം. അവർ പറഞ്ഞത് അംഗീകരിച്ചു. എക്സ്ക്യൂസ് മീ, അവൻ പറഞ്ഞതല്ല, ദൈവം പറഞ്ഞത് അവർ അംഗീകരിച്ചു. ദൈവം പറഞ്ഞത് അംഗീകരിച്ചു. ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യുന്നവനാണ് ദൈവം. പറയുന്നത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കും. എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതിയിട്ടേക്കാം. പറയുന്നത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കും. എഴുതി കിടക്ക്. പറയുന്നത് ദൈവമാണെങ്കിൽ നിന്റെ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കും. പറഞ്ഞത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കും. പറഞ്ഞത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കും. പറയുന്നത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കും. അതുവരെ പെയ്യാത്തതായിരിക്കും, അതുവരെ കാണാത്തതായിരിക്കും, അതുവരെ അറിയാത്തതായിരിക്കും. പക്ഷേ സ്തോത്രം. ദൈവം പറഞ്ഞത്, ഇതാ അന്തരീക്ഷം മാറാൻ വേണ്ടി പോകുന്നു, കാർമേഘം ഞാൻ അയക്കാൻ വേണ്ടി പോകുന്നു, തണ്ടർ സ്റ്റോം ഉണ്ടാകാൻ വേണ്ടി പോകുകയാണ്. അതേ സ്തോത്രം. മഴ പെയ്യാൻ വേണ്ടി പോകുകയാണ്. മഴ പെയ്യാൻ 120 വർഷത്തെ സ്തോത്രം അവനിതാ അതെ പ്രസംഗിച്ചു. അവൻ പണിതു 120 വർഷം. ആരോ ഈ വെബ് സ്ട്രീം കാണുന്ന ആരോ പറയുന്നു, അയ്യോ ബ്രദറെ കാത്തിരുന്നു, ഒത്തിരി കാത്തിരുന്നു. നീ കാത്തിരുന്ന 3 വെള്ളിയാഴ്ച പോലും ആയില്ല. പക്ഷെ ഈ മനുഷ്യൻ 120 വർഷം ആകാത്തിരുന്നേ. 120 വർഷം ആകാത്തിരുന്നേ. ഹി ഡിഡ്ന്റ് ബിക്കം വെയറി. അവൻ ക്ഷീണിച്ചു പോയില്ല. സ്തോത്രം. പറഞ്ഞത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമാണ്. ക്ഷീണിക്കാതെ കാത്തിരിക്കുക. പറഞ്ഞത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമാണ്. ക്ഷീണിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരുന്നു. 120 വർഷം പുള്ളി സ്തോത്രം അതെ കാത്തിരുന്നു, പ്രവർത്തിച്ചു, വർക്ക് ചെയ്തു. ഒരു റിസൾട്ടും ഉണ്ടായില്ല. പക്ഷെ ആരൊക്കെയാണോ പ്രസംഗിച്ചത്, ഈ നീതി പ്രസംഗിച്ചിട്ട് ഒരു റിസൾട്ട് ഉണ്ടായില്ല. പക്ഷേ തിരുവചനത്തിന് ആര് പ്രസംഗിച്ചോ, ആര് പറഞ്ഞു, അവിടെയെല്ലാം വിടുതലുകൾ വെളിപ്പെട്ടു. സ്തോത്രം. നോഹ പ്രസംഗിച്ചു. നോഹ മറ്റേ നാട്യപ്രസംഗി, സ്തോത്രം. യോന പ്രസംഗിച്ചു. യോന മറ്റേ നാട്യപ്രസംഗി, മീനിൻ്റെ നാറ്റമുള്ള. കമാൺ. അവൻ വന്ന സെമിനാരിൽ നിന്നല്ല, അവൻ വന്ന മീനിൻ്റെ വയറ്റിൽ നിന്നാണ് വന്നേ. അതുകൊണ്ട് അവൻ നാറിൽ നിന്ന് പ്രസംഗിച്ചു. മീനിൻ്റെ നാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്തോത്രം പുള്ളി 3 ദിവസം പ്രസംഗിച്ചപ്പോൾ 1,20,000 പേർ അത്ഭുതകരമായി മാനസാന്തരപ്പെട്ടു. മാനവ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉണർവായിരുന്നു സ്തോത്രം ആ പുള്ളിയിലൂടെ ദൈവം ചെയ്തത്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് 10 മിനിറ്റ് പ്രസംഗിച്ചു. 10 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ 3000 പേർ സ്നാനപ്പെട്ടു. സ്തോത്രം. അതെ, യോന പ്രസംഗിച്ചപ്പോൾ 1,20,000 പേർ മാനസാന്തരപ്പെട്ടു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ 3000 പേർ മാനസാന്തരപ്പെട്ടു. പൗലോസ് പ്രസംഗിച്ചപ്പോൾ രാജാക്കന്മാർ പോലും ആടിപ്പോയി. പക്ഷെ യവൻ മാത്രം പ്രസംഗിച്ചപ്പോൾ ഒന്നും നടന്നില്ല. നിങ്ങൾക്ക് പറയാൻ ഒത്തിരി കാര്യം ഉണ്ടായിരിക്കും. ആ വീട്ടിൽ അവർ പ്രാർത്ഥിച്ച് അത് കിട്ടി, എവർ പ്രാർത്ഥിച്ച് ഇത് കിട്ടി, മറ്റൊരു ഉപവസിച്ച് അങ്ങനെ നടന്നു, ആ കുട്ടിക്ക് അങ്ങനെ നടന്നു, ഈ വീട്ടിൽ ഇങ്ങനെ നടന്നു, എനിക്ക് മാത്രം ഒന്നും നടന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ മോർ വെയിറ്റിംഗ് മോർ ഗ്ലോറി. അധികം കാത്തിരിക്കുന്നത് അധികം മഹത്വമാണ്. ക്ഷീണിച്ചു പകല്
അധികം കാത്തിരിക്കുന്ന അധികം മഹത്വം. സ്തോത്രം. നിനക്ക് റിസൾട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പ്രാർത്ഥന, നിന്റെ അധ്വാനം, നിന്റെ വിശ്വാസം, ഇതിന് റിസൾട്ട് വരുന്ന ഒരു ദിവസമുണ്ട്. 3 പേരെ നോക്കി പെട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ ക്ഷീണിക്കത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ, ഞാൻ ക്ഷീണിക്കത്തില്ല, ഞാൻ ക്ഷീണിക്കത്തില്ല. യേശുവിൻ നാമത്തിൽ ഞാൻ ക്ഷീണിക്കത്തില്ല. എൻ്റെ മുമ്പിൽ MD ചെയറുകൾ അടുക്കി വെച്ചേക്കുക. MD ഓഡിറ്റോറിയം. ഒരു ആവറേജ് പ്രസംഗിയാണെങ്കിലും അവന് ഫ്ലാറ്റ് ആകാൻ ഇത് മതി. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, ഈ കാണുന്ന മണ്ഡലമല്ല ഞാൻ കാണുന്ന ഓഡിറ്റോറിയം അല്ല കാണുന്നത്. ഇതിൻ്റെ പിൻപിൽ ദാഹത്തോടെ തകർന്നും നുറുങ്ങിയും കണ്ണുനീരോടെ ഇരിക്കുന്ന ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഞാൻ കാണുന്നത്. കമോൺ, എൻ്റെ സാഹചര്യം മോശമായിരിക്കാം, പക്ഷേ എൻ്റെ കൊക്കിന് ജീവൻ ഉള്ളിടത്തോളം കാലം, എൻ്റെ ശരീരത്തിന് ബലം ഉള്ളിടത്തോളം കാലം, ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പ്രസംഗിച്ചിട്ടിരിക്കും. ഞാൻ പറഞ്ഞിട്ടിരിക്കും, ദൂത് വിളിച്ചു പറഞ്ഞിട്ടിരിക്കും. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് മനുഷ്യനിൽ നിന്നല്ല, ഞാൻ പ്രതീക്ഷിക്കുന്ന കർത്താവിൽ നിന്നാണ്. യേശു കർത്താവ് പോലും രക്തമൊഴുക്കി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു. കംപ്ലീറ്റ് ചർച്ചിനെ കർത്താവ് പോലും കണ്ടിട്ടില്ല, മുഴുവൻ സഭയെ കർത്താവ് പോലും കണ്ടിട്ടില്ല. ജോയ് ബ്രദർ വായിച്ചു 110 സങ്കീർത്തനം 1 വാക്യം. അവൻ കാത്തിരിക്കുകയാണ്. ശത്രുപാദ പീഠമാകുവോളം യേശു കർത്താവ് കാത്തിരിക്കുകയാണ്. യേശു കർത്താവ് 2000 വർഷമായി കാത്തിരിക്കുന്നെങ്കിൽ, 120 വർഷം നോഹ കാത്തിരുന്നെങ്കിൽ, യേശു 2000 വർഷം സഭയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ, സ്തോത്രം, നോഹ 120 വർഷം കാത്തിരുന്നെങ്കിൽ, നിങ്ങൾ മിണ്ടുന്നില്ല. യേശു കർത്താവ് 2000 വർഷം കാത്തിരുന്നെങ്കിൽ, സ്തോത്രം, നോഹം 120 വർഷം കാത്തിരുന്നെങ്കിൽ, കമോൺ, 3 വെള്ളിയാഴ്ച പോലും തികയാത്ത നീയും കാത്തിരിക്കുക. ഇത് ഈസ് ഓൺ ദ വേ. അത് വന്നുകൊണ്ടിരിക്കുന്നു. ആ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. ആ ബ്രേക്ക് ത്രൂ വന്നുകൊണ്ടിരിക്കുന്നു. അത്ഭുതം വന്നുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷം മാറും. മഴ പെയ്യും, മഴ പെയ്യും, മഴ പെയ്യും. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി കാണിച്ചേ. മഴ പെയ്യും, മഴ പെയ്യും. പ്രൊഫറ്റിക് ആക്ഷൻ. മഴ പെയ്യും, മഴ പെയ്യും, മഴ പെയ്യും. സൗഖ്യം പെയ്യും, അത്ഭുതം പെയ്യും, അനുഗ്രഹം പെയ്യും. ഓ ഹല്ലേലൂയ, നന്മ പെയ്യും. യേശുവിൻ നാമത്തിൽ നീ നനയും, 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 നനയും. യെസ്, നിന്റെ അവസ്ഥ മാറും, അന്തരീക്ഷം മാറും, മഴ പെയ്യും. ചിലപ്പോൾ ദൈവം പറയുന്നത്, സ്തോത്രം, നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമായിരിക്കാം. പക്ഷേ പറയുന്നത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് അത്ഭുതമായിരിക്കുക. മീഡിയ ടീം ഹോൺ സുക്കറേലി എന്നു പേരുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട്. ഹോൺ സുക്കറേലി. അദ്ദേഹത്തോടൊപ്പം ഒരു 3-4 പ്രാവശ്യം ഞാൻ സ്തോത്രം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം തന്നെ കണ്ടിട്ടുണ്ട്. അർജന്റീന പാസ്റ്ററാണ് ഹോൺ സുക്കറേലി. പാസ്റ്റർ ഹോൺ സുക്കറേലി. ജുവാൻ എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നത്, ഹോൺ എന്നാണ് അവർ വായിക്കുന്നത്. സ്തോത്രം സ്പാനിഷാണ്. അദ്ദേഹത്തിൻ്റെ ആ ചിത്രത്തിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ജയിലാണ്. സ്തോത്രം, ഒരു ജയിലാണ്. കുരിശിൻ്റെ അടയാളം വെച്ചിരിക്കുന്ന ഒരു ജയിലും, സ്തോത്രം, മറ്റു കാര്യമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സ്തോത്രം. ഹോൺ സുക്കറേലിയുടെ ചരിത്രം എന്ന് പറയുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു ഹോൺ സുക്കറേലി. 300 വിശ്വാസികളെ പാസ്റ്ററായിരുന്നു ഹോൺ സുക്കറേലി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ. അർജന്റീനയാണ് സ്ഥലം. അമേരിക്കയുടെ ഏകദേശം ഒരു 80% സ്തോത്രം സമൃദ്ധിയുള്ളതായ ഒരു രാജ്യമാണ് സ്തോത്രം അർജന്റീന. അതേപോലെ സൂട്ടും കോട്ടും, അതുപോലെ നല്ല ആഹാരവും ഒക്കെ ഉള്ളതായ സ്തോത്രം നല്ല സ്ഥലം. 300 പേരെന്ന് പറഞ്ഞാൽ നല്ല ചർച്ചാണ്, ഭയങ്കര ചർച്ചാണ്, അടിപൊളി ചർച്ചാണ്. സ്തോത്രം. അദ്ദേഹത്തോടെ കർത്താവ് പറഞ്ഞു, പിന്നെ ഞാൻ നിന്നെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പോവാം. കാർലോസ് അനക്കോണ്ടിയിലൂടെ ഇതാ അർജന്റീനയിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ, വലിയ മാറ്റം ഞാനിതാ ചെയ്യുന്നു. ഞാൻ നിന്നെ അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ രാജ്യത്തെ ഞാൻ മാറ്റുന്ന ദിവസങ്ങളാണ്. ഒരു ചരിത്രം എനിക്ക് നിന്നിലൂടെ പുറത്തെടുക്കാനുണ്ട്. ഒരു ചരിത്രം നിന്നിലൂടെ പുറത്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ 300 പേരുടെ ചർച്ച എന്ന് പറയുന്ന ഈ കംഫർട്ട് സോണിൽ നിന്ന് നീ പുറത്ത് വരണം. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, എപ്പം നിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുമോ അപ്പം മാത്രമാണ് മേലെ പറക്കുന്ന ഒരു കഴുകനായി നീ ചരിത്രമായി നിൽക്കുന്നത്. എന്തോളം നീ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ നിന്നിൽ ഒരു അത്ഭുതവും നടക്കത്തില്ല. ദൈവത്തിൻ്റെ ദാസൻ സ്തോത്രം 300 പേരുടെ ആ ചർച്ചിൽ നിന്ന് രാജിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം അവസാനം രാജിവെച്ചിട്ടാണ് തൻ്റെ ഭാര്യയോട് പോയി പറയുന്നത്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ 300 പേരുടെ ചർച്ചിൽ നിന്ന് ഞാൻ രാജിവെച്ചു. കർത്താവിനോട് പറഞ്ഞു, അപ്പുറത്ത് ഒരു ജയിലുണ്ട്, ആ ജയിലിൽ പോയി ചാപ്ലിനായിട്ട് ജോലിയെടുക്കാൻ കർത്താവ് പറഞ്ഞു. ഭാര്യ ഇത് തന്നെ പറഞ്ഞു. സ്തോത്രം. ഹോൺ സുക്കറേലി നിങ്ങൾക്ക് വട്ടാണ്, വലിയ പ്രശ്നമായി. അവൾ തൻ്റെ വീട്ടിൽ പോകാൻ പെട്ടി പാക്ക് ചെയ്തു. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, പോകല്ലേ, ഈ ദേവദാസനോട് ചേർന്ന് നിൽക്കണം. കാരണം ഒരു ചരിത്രം ഞാൻ ഇദ്ദേഹത്തിലൂടെ പുറത്തെടുക്കാൻ പോവാം. ഒരു ചരിത്രം ഞാൻ ഈ മനുഷ്യനോട് പുറത്തെടുക്കാൻ പോവാം. ഓൾമോസ്റ്റ് പ്രസനിൽ ഇദ്ദേഹം ചാപ്ലിനായി ജോലി ചെയ്തു. 5500 പേർ ആ ജയിലിലുണ്ട്. ഓൾമോസ്റ്റ് പ്രസൻ ഞാൻ പോയിട്ടുണ്ട്. ആൾമോസ്റ്റ് പ്രസനിൽ ജയിലിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജയിലിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. സ്തോത്രം. അതെ, ആൾമോസ്റ്റ് പ്രസനിൽ സ്തോത്രം 5500 ആൾക്കാർ കുറ്റവാളികളുണ്ട്. അതെല്ലാം അദ്ദേഹം ചാപ്ലിനായി ചാർജ് എടുത്തു. 3 മാസം കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ചലിച്ചു തുടങ്ങി. സ്തോത്രം. ഡ്രഗ് അഡിക്റ്റ് രക്ഷിക്കപ്പെടുവാൻ തുടങ്ങി. കുലപാതകന്മാർ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. ചുരുക്കി പറയട്ടെ, 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ശക്തമായ ഉണർവിൻ്റെ കാറ്റ് ആ ജയിലിൽ വെളിപ്പെട്ടു. ആ ജയിലിൽ വെളിപ്പെട്ടു. 100 കണക്കിന് ആൾക്കാർ ആ ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വന്നു.
2002 വർഷത്തിൽ ആൾമോസ്റ്റ് പ്രസിഡന്റ് ഞാൻ എത്തുമ്പോൾ, ഞാൻ ഇന്ത്യയിൽ നിന്ന് 2002 എത്തുമ്പോൾ 5500 പേർ ഉള്ള ആ ജയിലിൽ 5500 പേരുള്ള ആ ജയിലിൽ 3000 ആൾക്കാർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മളെക്കാൾ ഭയങ്കരമായി ബ്ലാസ്റ്റ് ചെയ്ത് അന്യഭാഷ പറയുന്ന സ്തോത്രം ദൈവത്തിൻ്റെ മക്കളാണ്. 3000-ലധികം പേർ ആ ജയിലിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു. അർത്ഥം സ്തോത്രം, ആ ജയിലിൽ മഴ പെയ്തു. ആ ജയിലിൽ മഴ പെയ്ത് സ്തോത്രം. നോഹയുടെ കാലത്തെ തമ്പുരാൻ പറഞ്ഞു, സ്തോത്രം, ഇതാ മഴ പെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, സ്തോത്രം, പറഞ്ഞത് ദൈവമാണെങ്കിൽ വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ അത്ഭുതം തന്നെയായിരിക്കുക. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ കംഫർട്ട് സോണിൽ നീ ഇരിക്കല്, പകരം ദൈവത്തിൻ്റെ ആത്മാവ് എന്താണോ നിന്നെ നോക്കി പറയുന്നത്, ആ പറയുന്ന പ്രവൃത്തിക്കനുസരിച്ച് കാര്യങ്ങളെ തീരുമാനിച്ചാട്ടെ. ഈ ദിവസം ഞാൻ യേശുവിൻ നാമത്തിൽ അതേ പ്രവചനാത്മാവിൽ ഞാൻ കാണുന്നു. ചില വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടാൻ വേണ്ടി പോകുന്നു, ചില വാതകൾ മുൻപിൽ തുറക്കാൻ വേണ്ടി പോകുന്നു, പ്രതീക്ഷിക്കാത്ത ചില കോൺവെർസേഷൻസ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. യേശുവിൻ നാമത്തിൽ സാഹചര്യങ്ങൾ മാറും, അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകും. ഇതുവരെ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കും. വിശ്വസിക്കുന്ന ഒരു കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ അങ്ങളെ സ്തോത്രം. അല്ലെങ്കിൽ ബ്രദറെ, ഈ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല അല്ലയോ? ദൈവത്തിൻ്റെ പദ്ധതിയിലായിരിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല ഇല്ല അല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത്, ഞാൻ പറയും സ്തോത്രം, അവർക്കാണ് അല്പം കൂടുതൽ. അവർക്കാണ് വേറെ ആർക്കുമില്ലാത്തതായ ഉലച്ചിലുകളെക്കാൾ ഏറ്റവും കൂടുതൽ അവർക്കാണ്. എന്നാൽ തിരുവചനം പറയുന്നു, മഴ പെയ്തു തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഴ ബ്ലിം 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 എന്ന് മഴ ഇങ്ങനെ പെയ്തു തുടങ്ങുമ്പോൾ ഓൾറെഡി മൃഗങ്ങളെല്ലാം വന്ന് കയറി. നോഹയും സ്തോത്രം തൻ്റെ കുടുംബവും പെട്ടകത്തിനകത്തേക്ക് കയറി. പെട്ടകത്തിലേക്ക് കയറിയപ്പോൾ ആരാ പെട്ടകത്തിൻ്റെ വാതിലടച്ചു? പറ. നോഹയുടെ മൂത്ത മോനാണോ ഏറ്റവും ഇളയ മോനാണോ? ആരാ നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിലടച്ചത്? ആരാ അടച്ചത്? അത് നോഹയുടെ ഭാര്യയാണോ നോഹയുടെ പെട്ടകത്തിൻ്റെ വാതിലടച്ചത്? പറ. ആരാ ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചത്? പറ. ആരാ പെട്ടകത്തിൻ്റെ വാതിലടച്ചേ? ആരാ പെട്ടകത്തിൻ്റെ വാതിലടച്ചേ? നിങ്ങളെ ഇരിപ്പ് കണ്ടാൽ എനിക്ക് തോന്നുന്നു ഞങ്ങളാരുമല്ല അടച്ചത്, ഞങ്ങളാരുമല്ല അടച്ചത്, കാറ്റടിച്ച് താനെ അടഞ്ഞതായിരിക്കും എന്നായിരിക്കും നിങ്ങൾ പറയുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, സ്തോത്രം, ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ദൈവമാണ് ആ പെട്ടകത്തിൻ്റെ വാതിൽ. നോഗ അടച്ചിരുന്നെങ്കിൽ അങ്ങേതിലെ തോമാച്ചൻ വന്ന് തട്ടുമ്പോൾ നോഗ വേണമെങ്കിൽ തുറന്നു കൊടുത്തേനെ. പക്ഷേ നോഗയല്ല ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചത്, ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. വാതിലടച്ചപ്പോൾ 500 കിലോമീറ്റർ അപ്പുറം കിടന്നവനും പെട്ടകത്തിന് വെളിയിലാണ്, 5 അടി അപ്പുറത്ത് കിടന്നവനും പെട്ടകത്തിന് വെളിയിലാണ്. ഒന്നുകിൽ പെട്ടകത്തിനകത്താണ്, ഇല്ലെങ്കിൽ പെട്ടകത്തിന് വെളിയിലാണ്. ഒന്നുകിൽ നീ സ്വർഗത്തിലാണ്, ഇല്ലെങ്കിൽ നീ നരകത്തിലാണ്. ഒന്നുകിൽ പരിശുദ്ധാത്മാവിലാണ്, ഇല്ലെങ്കിൽ ദുരാത്മാവിലാണ്. ഒന്നുകിൽ ക്രിസ്തുവിലാണ്, ഇല്ലെങ്കിൽ സാത്താനിലാണ്. ഒന്നുകിൽ സ്വർഗത്തിലാണ്, ഇല്ലെങ്കിൽ നരകത്തിലാണ്. രണ്ടിലൊന്ന് തീരുമാനിച്ചോളണം. സ്തോത്രം, ഏതിലായിരിക്കുന്നു? ഇതാ ദൈവം സ്തോത്രം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ഭയങ്കരമായി മഴ പെയ്യാൻ തുടങ്ങി. മേലത്തെ ഉറവകൾ തുറന്നു, താഴത്തെ ഉറവകൾ തുറന്നു. ആ സ്തോത്രം വെള്ളം ഉയരാൻ തുടങ്ങി. 10,000-കണക്കിന് ജനം ഇതാ സ്തോത്രം സെക്കൻഡ് മരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനം സ്തോത്രം അതെ വെള്ളം പൊങ്ങി മരിക്കുകയാണ്. അങ്ങനെ ഇതാ വെള്ളം പൊങ്ങുമ്പോൾ ആ പെട്ടകം ഉലഞ്ഞു കാണാം. മകളെ സ്തോത്രം, വെള്ളം പൊങ്ങുമ്പോൾ ആ പെട്ടകം ഒലഞ്ഞു. ആ പെട്ടകം ഒലഞ്ഞു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അത്രയൊക്കെ ഇത് കംഫർട്ട് സോണിൽ ഇരിക്കുന്ന ഒറ്റ എണ്ണത്തിന് ഇത് മനസ്സിലാകത്തില്ല. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ ഒലച്ചിൽ, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ ഒലച്ചിൽ. ആ ഒലച്ചിൽ സ്തോത്രം ഇതാ കടന്നു വരുമ്പോൾ സ്തോത്രം അതെ ഹാം ഷേം ഈ യാഫത്ത് തൻ്റെ ഭാര്യ, ആ 3 പിള്ളേരുടെ ഭാര്യമാർ, അവരിങ്ങനെ 7 പേര് ഇങ്ങനെ പുള്ളിയോട് ചോദിച്ചു കാണും, പാപ്പാ ഇതുവരെ ഇല്ലാത്ത ഒരു ഒലച്ചിലാണല്ലോ, ഇതുവരെ ഇല്ലാത്ത ഒലച്ചിലാണല്ലോ. എന്നാൽ സ്തോത്രം അപ്പന് പ്രകാരം പറഞ്ഞു കാണും, മക്കളെ ധൈര്യമായിരിക്കും, പറഞ്ഞത് ദൈവമാണെങ്കിൽ അവൻ സ്തോത്രം വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ട് മുക്കിക്കൊല്ലുന്നവനല്ല, വിളിച്ചിറക്കിയിട്ട് വഴിയിൽ മുക്കിക്കൊല്ലുന്നവനല്ല, എത്തിക്കേണ്ട സ്ഥാനത്ത് അവൻ എത്തിക്കുന്നവൻ തന്നെയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വിളിച്ചിറക്കിയിട്ട് നാണം കെടുത്തുന്നവനല്ലെന്ന് നിന്റെ ദൈവം. വിളിച്ചിറക്കിയിട്ട് പരിഹാസ വിഷയമായി ഇടുന്നവനല്ല ദൈവമെന്ന്. വിളിച്ചിറക്കിയാൽ എത്തേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ കൃപയാൽ എത്തിക്കുന്നവനാണ് ദൈവം.
ഒലച്ചിലാണ്. നാട്ടുകാർക്ക് ആർക്കും ഇല്ലാത്ത ഒലച്ചിലാണ്, ബന്ധുക്കൾക്ക് ആർക്കും ഇല്ലാത്ത ഒലച്ചിലാണ്, വേറെ ആർക്കും ഇല്ലാത്ത ഒലച്ചിലാണ്. ആരോ ഈ ദിവസങ്ങൾ ഒലച്ചിലൂടെ പോകുന്നു, വെള്ളം പൊങ്ങുമ്പോൾ, വെള്ളം പൊങ്ങുന്നതനുസരിച്ച് അത് ഒലഞ്ഞൊലഞ്ഞൊലഞ്ഞ് ഉയരുകയാണ്. പെട്ടകം ഒലഞ്ഞ് ഉയരുകയാണ്. അന്ന് നേവിഗേഷൻ ഇല്ല, അന്ന് മെഷീൻസ് ഇല്ല. സ്തോത്രം. വെള്ളം ഏത് വഴിക്കാ വരുന്നത് അതനുസരിച്ചാണ് ഇത് പോകുന്നത്. വെള്ളം എങ്ങോട്ടാ ഒഴുകുന്നത് അതനുസരിച്ചാണ് ഇത് ചലിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും അത് ഒലഞ്ഞൊലഞ്ഞ വീട് മുന്നോട്ട് പോകുക, കുടുംബം മുന്നോട്ട് പോകുക. നോക്കിയും കുടുംബം ഒലഞ്ഞൊലഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവശബ്ദം കേൾക്കുന്ന ഏതോ സ്തോത്രം അതെ നോഹമാർ എന്നെ കേൾക്കുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ഏതോ നോഹമാർ എന്നെ കേൾക്കുന്നു. ഉലയുന്ന സഭകൾ എന്നെ കേൾക്കുന്നു, ഉലയുന്ന വീടുകൾ എന്നെ കേൾക്കുന്നു, ഉലയുന്ന ബിസിനസ്സുകാർ എന്നെ കേൾക്കുന്നു, ഉലയുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ ഇന്ന് പകൽക്കാലം കേൾക്കുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, അതിനകത്തൊരു മെഷീൻ ഇല്ല, അതിനകത്തൊരു നാവിഗേഷൻ ഇല്ല. ബട്ട് ഗാഡ് ഈസ് ഇൻ കൺട്രോൾ. ദൈവം നിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നു. ദൈവം നിന്റെ കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ 16-ാം തീയതി എനിക്ക് പറയാനുള്ളത്, ദൈവം നിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ കപ്പിത്താൻ, ലോകത്തെ സൃഷ്ടിച്ച, പ്രകൃതിയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവ് നിന്റെ കപ്പിത്താനാണ്. അവൻ നിന്റെ ജീവിതത്തിന്റെ നൗകയിൽ ഇറങ്ങി നിൽക്കുന്നു. ദൈവം നിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ദൈവം നിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഒലഞ്ഞൊലഞ്ഞ് വെള്ളം പൊങ്ങുന്നതനുസരിച്ച് സ്തോത്രമതേ ആ നൗക, ആ പെട്ടകം മുന്നോട്ട് പോവുകയാണ്. താഴ്വരകൾ വെള്ളത്തിന് കീഴിൽ, പർവ്വതങ്ങൾ വെള്ളത്തിന് കീഴിൽ, സ്തോത്രം കരകൾ മുഴുവൻ വെള്ളത്തിന് കീഴിൽ. സ്തോത്രം. അതേ പഴയ ടൈറ്റാനിക് കണ്ട ആരോ അറിയായിരിക്കും, ഇതും പൊട്ടി താഴോട്ട് പോകും, ഇത് പൊട്ടി താഴോട്ട് പോകും. സ്തോത്രം. പലപ്പോഴും വെള്ളം പൊങ്ങുമ്പോൾ, പലപ്പോഴും ഒലയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വെള്ളം പൊങ്ങിയപ്പോൾ ഒലഞ്ഞപ്പോൾ പലരും നിങ്ങൾ നോക്കി പറഞ്ഞോ, നിന്റെ പരിപാടി തീർന്നു, അവൻ്റെ പരിപാടി തീർന്നു, അവൻ്റെ പരിപാടി തീർന്നു, അവൻ്റെ ശുശ്രൂഷ തീർന്നു, അവൻ്റെ ബിസിനസ് തീർന്നു, അവൻ്റെ ജീവിതം തീർന്നു. ഇതാ വെള്ളം പൊങ്ങിയാണ്. സ്തോത്രം. അത് തീർന്നു. എന്നാൽ ആരെങ്കിലും തീർന്നു എന്ന് പറയുന്നെങ്കിൽ തല ഉയർത്തി ഈ 16-ാം തീയതി പറഞ്ഞാട്ടെ, ഞാൻ മനുഷ്യൻ്റെ ടൈറ്റാനിക് അല്ല, ഞാൻ ദൈവത്തിൻ്റെ പെട്ടകമാണ്. കമാൻ. ഞാൻ മനുഷ്യൻ്റെ ടൈറ്റാനിക് അല്ല, ഞാൻ ദൈവത്തിൻ്റെ പെട്ടകമാണ്. ആരാ കരയുന്നത്? കമാൻ. ആരാ കരയുന്നത്? ഐ ഡോണ്ട് നോ വൈ. ആരാ കരയുന്നത്? സ്തോത്രം. അതേ, ഞാൻ മനുഷ്യൻ്റെ ടൈറ്റാനിക് അല്ല, ഞാൻ ദൈവത്തിൻ്റെ പെട്ടകമാണ്. എഴുന്നേറ്റ് നടത്തിയിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഐ എം ഗോഡ്ലി പ്രോജക്റ്റ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ആരാ മക്കളെ? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണോ? നീ ഒലയത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ പദ്ധതിയാണ്. നീ ഒലഞ്ഞാലും നീ ഉടഞ്ഞു പോകത്തില്ല. ദൈവത്തിന്റെ പദ്ധതിയാണോ? നിനക്കൊലച്ചിലുണ്ട്, പക്ഷേ നീ ഒലഞ്ഞാലും ഒരിക്കലും ഉടഞ്ഞു പോകത്തില്ല. ടൈറ്റാനിക് കടലിലേക്ക് ഇറക്കുമ്പോൾ എൻ്റെ ഉടമസ്ഥനും എൻ്റെ ക്യാപ്റ്റനുമായി ഇങ്ങനെയാണ് പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്. ടൈറ്റാനിക് കടലിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ പൊളിക്കാൻ കഴിയത്തില്ല. ദൈവം വിചാരിച്ചപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. റിയലി. സ്തോത്രം. അങ്ങനെ ആ ചരിത്രം പറഞ്ഞു. ടൈറ്റാനിക് കടലിലേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ പൊട്ടിക്കാൻ കഴിയത്തില്ല. ടൈറ്റാനിക്കിൽ എല്ലാം ഉണ്ടായിരുന്നു. സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, അന്നത്തെ എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിൽ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് മാത്രം ഉണ്ടായിരുന്നില്ല. ടൈറ്റാനിക്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം മാത്രം ഉണ്ടായിരുന്നില്ല. ദൈവം ഇല്ലായിരുന്നു. യേശു ഇല്ലായിരുന്നു. നിനക്കും എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ യേശു മാത്രം കാണത്തില്ല. ഡേഞ്ചർ. നിനക്കെല്ലാം കാണും, പക്ഷേ യേശു മാത്രം കാണത്തില്ല. ഡേഞ്ചർ. നിനക്കെല്ലാം കാണും, എല്ലാവരും കാണും, യേശു മാത്രം കാണത്തില്ല. ഡേഞ്ചർ. യുവാവേ, നിന്നിൽ യേശു ഉണ്ടോ? യുവതിയെ, യേശു ഉണ്ടോ? സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, വാചമടിക്കാൻ കഴിവുണ്ട്, പക്ഷേ നിന്നിൽ യേശു ഇല്ലയോ? യേശു ഇല്ലെങ്കിൽ പരിപാടി തീർന്നു. ഈ യാത്ര പൂർത്തിയാകത്തില്ല. ദൈവം മാത്രം അതിലില്ല. അതുകൊണ്ട് ഒന്നാമത്തെ യാത്രയിൽ തന്നെ സ്തോത്രം. ഒന്നാമത്തെ യാത്രയിൽ തന്നെ അത് പൊളിഞ്ഞ് സ്തോത്രം ടൈറ്റാനിക് മുങ്ങിപ്പോയി. ഒന്നാമത്തെ യാത്രയിൽ തന്നെ ടൈറ്റാനിക് തകർക്കപ്പെട്ട് ആഴങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്ക് വീഴ്ത്തപ്പെട്ടു. എന്നാൽ സ്തോത്രം, നോഹയുടെ പെട്ടകത്തിൽ ദൈവം ഉണ്ടായിരുന്നു. നോഹയുടെ പെട്ടകത്തിൽ കർത്താവുണ്ട്. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് അത് ഒലഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് താഴേക്കല്ല പോയത്, അത് മേലേക്കാണ് പോയത്. ഒലയുന്നത് എല്ലാം മേലേക്കാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത് ഇതാണ്. ഈ നാളുകളിൽ നിങ്ങൾ ഒലയുന്നെങ്കിൽ നിൻ്റെ യാത്ര മേലോട്ടാകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒലയുന്നെങ്കിൽ നിങ്ങളുടെ യാത്ര മേലേക്കാകുന്നു. നിങ്ങൾ ഉയരുവാൻ വേണ്ടി പോകുന്നു. 2021 പോലെയല്ല. ഈ ജനുവരി 16-ാം തീയതി ദൈവത്തിൻ്റെ കൃപയാൽ ഹാലടുക നിന്നെ ദൈവം പ്രൊമോട്ട് ചെയ്യാണ്. നിന്റെ ദൈവം
ഉയർത്തുകയാണ്. ദൈവം നിന്നെ ഉയർത്തുകയാണ്. എത്ര പേർ ആമേൻ പറയും? യെസ്, ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ ഉയർത്തുകയാണ്. ഉലയുന്നവരെ, ഞാൻ അവസാനിപ്പിച്ചു. ഉലയുന്നവരെ, നിങ്ങൾ ഉയരങ്ങളിൽ ഉറയ്ക്കാൻ പോകുന്നു. ഉലയുന്നവരെ, നിങ്ങൾ ഉയരങ്ങളിൽ ഉറയ്ക്കാൻ പോകുന്നു. ഉലയുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുള്ള എല്ലാവരും കേൾക്കട്ടെ. നിങ്ങൾ ഉലയുന്നത് ഉയരങ്ങളിൽ ഉറയ്ക്കാനാണ്. എഴുതിയെടുക്കുക, നിങ്ങൾ ഉലയുന്നത് ഉയരങ്ങളിൽ ഉറയ്ക്കാനാണ്. ഉൽപ്പത്തി 8:4 പറയുന്നു, സ്തോത്രം, അതേ അരരാത്ത് പർവ്വതത്തിന് മുകളിൽ, അരരാത്ത് താഴ്വരയിലല്ല, അരരാത്ത് പർവ്വതത്തിന് മുകളിൽ ആ പെട്ടകം ഉറച്ചു. പർവ്വതത്തിന് മുകളിൽ പെട്ടകം ഉറച്ചു. പർവ്വതത്തിന് മുകളിൽ ആ പെട്ടകം ഉറച്ചു. സ്തോത്രം, പർവ്വതത്തിന് മുകളിൽ പെട്ടകം ഉറച്ചു. എന്നും വെള്ളമല്ല കേട്ടോ, എന്നും വെല്ലുവിളിയല്ല, എന്നും കണ്ണുനീരല്ല, എന്നും വെള്ളപ്പൊക്കമല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും കാത്തിരിപ്പല്ല, എന്നും രോഗങ്ങളല്ല, എന്നും പ്രതിസന്ധികളല്ല. വെള്ളം പൊങ്ങാനൊരു നേരമുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാനും ഒരു നേരമുണ്ട്. ആരും കൈയടിച്ചില്ല. വെള്ളം പൊങ്ങാനൊരു നേരമുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാനും ഒരു നേരമുണ്ട്. വെള്ളം ഉയരാനൊരു നേരമുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാനൊരു നേരമുണ്ട്. അറിയാതെ വയ്യാവേലികൾ കയറി വരാനും നേരമുണ്ടെങ്കിൽ അറിയാതെ ഇറങ്ങിപ്പോകാനും നേരമുണ്ട്. എല്ലാറ്റിനും ഒരു നേരമുണ്ടെന്ന്. കരയാനൊരു നേരമുണ്ടെങ്കിൽ ചിരിപ്പാനൊരു നേരമുണ്ട്. അപമാനിക്കപ്പെടാനൊരു നേരമുണ്ടെങ്കിൽ മാനിക്കപ്പെടാനൊരു നേരമുണ്ട്. ഹല്ലേലൂയ. ദൂഷിക്കപ്പെടാൻ ഒരു നേരമുണ്ടെങ്കിൽ ഉയർത്തപ്പെടാനും ഒരു നേരമുണ്ടെന്ന്. വെള്ളം ഉയരാനൊരു നേരമുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങിപ്പോകാനും ഒരു നേരമുണ്ട്. ഹല്ലേലൂയ. ദൈവമില്ലാത്തവന് വെള്ളം ഇറങ്ങിയപ്പോൾ താഴ്വരയിലാണ് കിടക്കുന്നത്, തകർന്ന കിടക്കുന്നത്. ദൈവമില്ലാത്തവൻ, സ്തോത്രം, അതെ, ദൈവമില്ലാത്തവൻ താഴ്വരയിൽ തകർന്ന കിടക്കുന്നത്. സ്തോത്രം, ദൈവമില്ലാത്ത, അതെ, ടൈറ്റാനിക് ഞാൻ പ്രസംഗിക്കുന്ന ഈ നേരത്തും അറ്റ്ലാന്റിക്കിൻ്റെ അടിത്തട്ടിലാണ് കിടക്കുന്നത്. ദൈവമില്ലാത്ത അറ്റ്ലാന്റിക്, ഈ സ്തോത്രം, ദൈവമില്ലാത്ത ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിൻ്റെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ ദൈവമുള്ള നോഹയുടെ പെട്ടകം അതിനെ കാണുമെങ്കിൽ സ്തോത്രം, തല ഉയർത്തിയാണ് നോക്കേണ്ടത്. നിങ്ങളിപ്പോൾ കാണുന്നത് അരരാത്ത് പർവ്വതത്തിന് മുകളിൽ ഉറച്ച സ്തോത്രം നോഹയുടെ പെട്ടകത്തിൻ്റെ ചിത്രമാണ്. പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈമാനികൻ, സ്തോത്രം, ഒരു വിമാനം ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഈ പ്രദേശമാണ് അരരാത്ത് പർവ്വതം, ഈ പ്രദേശമാണ് അരരാത്ത് പർവ്വതം. അരരാത്ത് പർവ്വതത്തിൽ എവിടെയോ അത് നോഹയുടെ പെട്ടകം ഉറച്ചിട്ടുണ്ട്. അരരാത്ത് പർവ്വതത്തിന് എവിടെയോ നോഹയുടെ പെട്ടകം ഉറച്ചിട്ടുണ്ട്. അവർ സൂക്ഷ്മമായി ആ വിമാനം പറത്തി നോക്കിയപ്പോൾ അവർ കണ്ടു, നോക്ക്, ഒരു ബോട്ടിൻ്റെ മാതൃകയിൽ ഏതാണ്ട് ഒന്ന്, സ്തോത്രം, അതെ, കിടക്കുന്നു. അവസാനം റോൺ വൈറ്റ് എന്ന് പേരുള്ളതായ ദൈവത്തിൻ്റെ ദാസൻ ടർക്കിഷ് അധികാരികളെ കണ്ടുപിടിച്ച് അവരുടെ മുൻപിൽ തെളിയിച്ചു. സ്തോത്രം, ഇത് അമ്മമ്മ കഥയല്ല, ഇത് അപ്പൂപ്പൻ കഥയല്ല, ഇത് സ്തോത്രം ഉലഞ്ഞെങ്കിലും ഉയരങ്ങളിൽ ഉറച്ചവന്റെ കഥയാണ്. ഉലഞ്ഞെങ്കിലും ഉയരങ്ങളിൽ ഉറച്ചവന്റെ കഥയാണ്. അരരാത്ത് പർവ്വതത്തിന് മുകളിൽ നോഹയുടെ പെട്ടകം ഉറച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഉലയുന്ന വ്യക്തികൾ, ഉലയുന്ന കുഞ്ഞുങ്ങൾ, ഉലയുന്ന വിഷയങ്ങൾ, ഉലയുന്ന ബിസിനസ്സുകൾ, ഉലയുന്ന ദൈവദാസന്മാർ, ഉലഞ്ഞവർ കേൾക്കട്ടെ. ഞാൻ നിർത്തി. ഉലഞ്ഞവർ കേൾക്കട്ടെ. ചില മണിക്കൂറുകൾ കഴിഞ്ഞ്, ചില ദിവസങ്ങൾ കഴിഞ്ഞ് നിന്നെ കാണണമെങ്കിൽ ഞാനിങ്ങനെ കുനിഞ്ഞല്ല നോക്കേണ്ടത്. നിന്നെ കാണണമെങ്കിൽ നാട്ടുകാർ കുനിഞ്ഞല്ല നോക്കുന്നത്. ചില നാളുകൾ കഴിയുമ്പോൾ നിന്നെ കാണണമെങ്കിൽ വ്യക്തികൾ, ബന്ധുക്കൾ കുനിഞ്ഞല്ല നോക്കേണ്ടത്. നിന്നെ കാണണമെങ്കിൽ തല ഉയർത്തിയാണ് നോക്കേണ്ടത്. നിന്നെ കാണണമെങ്കിൽ സ്തോത്രം, അതെ, തല ഉയർത്തിയാണ് നോക്കേണ്ടത്. നിന്റെ സ്ഥാനം അതേ താഴ്വരയിലല്ല, നിന്റെ സ്ഥാനം പർവ്വതങ്ങൾക്ക് മുകളിലാണ്. നിന്റെ സ്ഥാനം പർവ്വതങ്ങൾ മുകളിലാണ്. ഗിരികൾക്ക് തത്തുല്യമായി ഹബക്കൂക്ക് 3 അവസാനം പറയുന്നു, സ്തോത്രം, പേടമാന് തുല്യമായി കാലുകൾ നൽകി അവർ നിന്നെ ഗിരികളിൽ നിർത്തുമാറാക്കുന്നു. എത്ര പേർ ഹല്ലേലൂയ പറഞ്ഞു? ഗിരികളിൽ ദൈവം നിന്നെ നിർത്തുമാറാക്കുന്നു. അതെ, നിന്നെ ദൈവം ഉറപ്പിക്കുന്നത് മലമുകളിലാണ്. നിന്നെ കാണണമെങ്കിൽ താഴെയല്ല ജനം കാണാൻ വേണ്ടി പോകുന്നത്. യേശു ഉള്ളവനെ, യേശുവിൽ ആശ്രയിക്കുന്നവനെ, യേശുവിൽ വിശ്വസിക്കുന്നവനെ, യേശുവിനോട് പ്രാർത്ഥിക്കുന്നവനെ, യേശുവിൽ ചാരുന്നവനെ, യേശുവിനെ മുറുകെ പിടിച്ചവനെ, നീ ഒരിക്കലും താഴെയല്ല തകർന്നു പോകുന്നത്. നിന്നെ കാണണമെങ്കിൽ പർവ്വതത്തിന് മുകളിലാണ് നോക്കേണ്ടത്. പർവ്വതത്തിന് മുകളിലാണ് നോക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, ബ്രദർ, ഒലച്ചല്ലോ, ഇനി ഒലയാൻ ബാക്കിയില്ല, ഇനി തകരാൻ ബാക്കിയില്ല, നിലവിളിക്കാൻ ബാക്കിയില്ല, കരഞ്ഞ് കണ്ണുനീരെല്ലാം വറ്റി. ഇപ്പോൾ കുറേ നാളായി കരയുമ്പോൾ കണ്ണുനീര് വരുന്നില്ല. അകത്ത് കരയുന്നുണ്ട്, പക്ഷെ പുറത്ത് കണ്ണുനീര് വരുന്നില്ല. ഒരു സെർട്ടൻ ലെവൽ കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ വരത്തില്ലെന്ന് മനോജ് സാർ പണ്ട് എന്നെ പഠിപ്പിച്ചു. കുറേ നാൾ കഴിഞ്ഞാൽ
കരച്ചിൽ വരത്തില്ല. നിങ്ങൾ ആരോ പറയുന്നുണ്ടായിരിക്കും അങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ. സ്തോത്രം. ഒലഞ്ഞതിന് കയ്യുമില്ല കണക്കുമില്ല, ഒലഞ്ഞൊലഞ്ഞാണ് ഞാൻ വന്നത്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നേരത്തെ കണ്ട ആ ചിത്രം പോലെ അതൊരു വിക്ടറി സ്റ്റാൻഡാണ്. അത് ജയിച്ചിരിക്കുന്ന സ്ഥലമാണ്. അരരാത്ത് പർവ്വതത്തിന് മുകളിൽ കണ്ടോടാ, സ്തോത്രം, ഞാൻ താണു പോകില്ല, ഞാൻ തകർന്നു പോയില്ല, ഞാനിത് ഉറക്കേണ്ടടുത്ത് ഉറച്ചിരിക്കുന്നു എന്ന ക്രമത്തിൽ, ഉറച്ചിരിക്കുന്നു എന്ന ക്രമത്തിൽ ആ പെട്ടകം സ്തോത്രം ഉറച്ചിരിക്കുന്നെങ്കിൽ 2022 ഉറക്കേണ്ടടുത്ത് നീയും നിൻ്റെ തലമുറ ഉറയ്ക്കാൻ പോകുന്നു. നീയും നിൻ്റെ സന്താനം ഉറക്കേണ്ടടുത്ത് ഉറയ്ക്കാൻ പോകുന്നു. ഉറപ്പിക്കുന്ന ദൈവ. ആരാ ഉറപ്പിക്കുന്നത്? ശബ്ദം ഉയർത്തി പറ. ആരാ ഉറപ്പിക്കുന്നത്? കമാണ്. ഉറപ്പിക്കുന്നത് ആരാ? പറ. ദൈവം ഉറപ്പിക്കുന്നത്. അവിടെ മനുഷ്യനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല, മനുഷ്യനെ ഡിസ്മിസ് ചെയ്യാൻ കഴിയത്തില്ല, മനുഷ്യനെ ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ആരോടോ കർത്താവ് പറയുന്നു, ഒരു മനുഷ്യന്, ഒരു അധികാരികൾക്കും ഇറങ്ങിപ്പോ എന്ന് പറയാൻ കഴിയാത്ത ക്രമത്തിൽ ദൈവത്തോട് കൂടെ നടക്കുന്നവനെ, ആത്മീയ യാത്രക്കാരനെ, ആത്മാവിൽ നടക്കുന്നവനെ, ആത്മീയ യാത്രക്കാരനെ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാ. ദൈവം നിന്റെ സ്ഥാനത്ത് ഉറപ്പിക്കാൻ പോവാ, ആരക്കെട്ട് ഉറപ്പിക്കാൻ പോവാ. കാരണം അവിടെ ഉറപ്പിക്കുന്നത് സർവശക്തനാ ദൈവം. കാറ്റടിക്കും, പക്ഷെ പേപ്പറാകുന്ന നീ പറന്നു പോകത്തില്ല. കാറ്റടിച്ചാൽ പേപ്പറാകുന്ന നീ പറന്നു പോകത്തില്ല. കാരണം ദൈവകൃപ എന്നൊരു പേപ്പർ വെയിറ്റ് ആ പേപ്പറിന് മുകളിൽ ഇരിക്കുന്നത് കൊണ്ട്, ഒരിക്കൽ കൂടെ, ദൈവകൃപ എന്നുള്ള ഒരു പേപ്പർ വെയിറ്റ് നിന്റെ മേൽ വന്ന് അമരുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകം എന്നൊരു പേപ്പർ വെയിറ്റ് നിന്റെ മേൽ സ്തോത്രം വന്ന് അമരുന്നത് കൊണ്ട് നിന്നെ പറത്തിക്കളവാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ ഉടച്ചിടാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ സസ്പെൻഡ് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം സസ്പെൻഷൻ എന്ന പദം നിന്റെ ഡിക്ഷണറിയിൽ നിന്ന് ക്യാൻസൽ ചെയ്യും. ഡിസ്മിസ് എന്ന പദം നിന്റെ ഡിക്ഷണറിയിൽ നിന്ന് ക്യാൻസൽ ചെയ്യും. സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ പ്രൊമോഷൻ എന്നത് ഹൈലൈറ്റ് ചെയ്യും. ഇത് നിന്റെ പ്രൊമോഷൻ്റെ ദിവസങ്ങളാണ്. നിന്നെ ഇറക്കി വിടാൻ ആർക്കും കഴിയത്തില്ല. ഇത് നിന്റെ ഉയർച്ചയുടെ ദിവസങ്ങളാണ്. ഞാൻ പറയട്ടെ, സ്തോത്രം, എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീസണിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം എൻ്റെ പിള്ളേരും അങ്ങനെയാണ് ജീവിക്കുന്നത്. തല എങ്ങനെയായിരിക്കും അതുപോലെയായിരിക്കണം ശരീരമായിരിക്കുന്നത്. പാസ്റ്റർ എങ്ങനെയായിരിക്കണം അതുപോലെയാണ് വിശ്വാസികളായിരിക്കുന്നത്. റിയലി ഐ മിസ് യു. ഈ ഹാള് ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ എൻ്റെ നിലവിളി ഇതാണ്, കർത്താവേ, എൻ്റെ ജനം നിൻ്റെ ജനം, എൻ്റെ ജനം നിൻ്റെ ജനം, നിൻ്റെ ജനം എൻ്റെ ജനമാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ ജീവിക്കണമേ. ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീസണിൽ ജീവിക്കണമേ. വിദ്യാർത്ഥികളായിരിക്കാം, കുഞ്ഞിൻ്റെ ബെസ്റ്റ് സീസണിൽ കരങ്ങൾ ഉയർത്തി ആരാധിക്കുക. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം, ഉറക്കേണ്ടടുത്ത് ഉറക്കട്ടെ. അവിടെ ലൈഫിൻ്റെ ബെസ്റ്റ് സീസണിലായിരിക്കണമേ. താങ്ക് യു ജീസസ്. ബിസിനസ്സുകാരായിരിക്കാം, അവിടെ ജീവിതത്തിൻ്റെ ബെസ്റ്റ് സീസൺ. ഉറക്കേണ്ടടുത്ത് ഉറക്കട്ടെ. ജിസനെ, എനിക്കറിയത്തില്ല നീ എന്നെ പാടാൻ വേണ്ടി പോകുന്നത്. കമാൺ, സ്തോത്രം. അതെ, ദൈവജനത്തിന് വേണ്ടി പാടിയാട്ടെ. കർത്താവ് കേൾക്കട്ടെ, കർത്താവിന് വേണ്ടി പാടിയാട്ടെ. ജനം ചേർന്ന് പാടട്ടെ. താങ്ക് യു ജീസസ്. ഉറക്കേണ്ടടുത്ത് ജനം ഉറക്കട്ടെ. ആരും ഈ ചാനലിൽ നിന്ന് പുറത്തു പോകല്ലേ. യേശുവിൻ നാമത്തിൽ സ്തോത്രം. അതെ, വലിയൊരു ശുശ്രൂഷ സമയം, വലിയൊരു സ്തോത്രം. പരിശുദ്ധാത്മ നിങ്ങളെ തൊടുന്ന നേരമാണ്. പരിശുദ്ധാത്മ നിങ്ങളെ സ്തോത്രം അതെ സ്പർശിക്കുന്ന നേരമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഉറക്കേണ്ടടുത്ത് ഈ ജനം ദൈവത്തിൻ്റെ കൃപയാൽ ഉറയ്ക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ആരാധിച്ച് ഉറപ്പിക്കും കർത്താവേ. ആ കുട്ടിയെ ഉറപ്പിക്കും. ഒലഞ്ഞ് നടക്കുക, ഒരിടത്ത് ഉറച്ചിട്ടില്ല. സ്തോത്രം. ഒരു ജോബായിരിക്കാം, അതെ, ഒരു സ്ഥാനമായിരിക്കാം, ഒരു മാന്യതയായിരിക്കാം, ഉറച്ചിട്ടില്ല. ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. കുറേ കാലമായി ഒന്നിലും ഉറയ്ക്കാതെ ആരൊക്കെയോ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. അപ്പച്ചാ, ഇത് അങ്ങയുടെ നേരമായി തീരണമേ. ഉറക്കേണ്ട മാത്രം ചാരുന്നൻ പ്രാണപ്രിയ അങ്ങു മാത്രമാണെന്നു എന്റെ സർവ്വസ്വം. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ
വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങു മാത്രമാണെന്റെ സർവസ്വം. അങ്ങെപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങു മാത്രമാണെന്റെ എന്റെ ആരാധന ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഓടുവിലായ ആരാധന, ആരാധന അങ്ങേക്കാരാധന. യേശുവേ അങ്ങേക്കാരാധന. ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ജേസനെ അറിയത്തില്ലായിരുന്നു ഞാൻ നോഹയെ കുറിച്ചാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ജേസൻ പറഞ്ഞു, നോഹയുടെ കാര്യം പറഞ്ഞു. സോ എനിക്ക് മനസ്സിലായി, ഈ ഹാളിൽ ആൾക്കാരില്ലാതെ ഒഴിഞ്ഞു കിടന്നാലും നിറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഹാളിലുണ്ട്. നിറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം ഈ ഹാളിലുണ്ട്. ഐ എം സോറി, ആ വീട്ടിൽ നിറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ നിറഞ്ഞ സാന്നിധ്യം ആ വീട്ടിലുണ്ട്. കമാൺ, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറ. കണ്ണുനീരില്ലാത്ത സഭയെ നമുക്ക് വേണ്ട ദൈവങ്ങളെ. കണ്ണുനീരില്ലാത്ത ഒരൊറ്റ പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ട. നമ്മൾ ഡ്രൈലല്ല ജീവിക്കുന്നത്. മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, നനയുന്നു, നനയുന്നു. ഇന്ന് പകൽക്കാലം അനുഗ്രഹ മഴയാൽ ആരോ നനയുന്നു. അനുഗ്രഹ മഴയാൽ ആരോ നനയുന്നു. ന്യായവിധിയുടെ മഴയല്ല, അനുഗ്രഹ മഴയാൽ ആരോ നനയുന്നു. ഏതോ കുഞ്ഞു പറയുന്നു, സ്തോത്രം, ഇന്ന് പകൽ എൻ്റെ പകലാണ്. കുറെ കാലമായി ഞാനിങ്ങനെ ഒലഞ്ഞു നടക്കുക, ഒലഞ്ഞും അലഞ്ഞും നടക്കുക, ഒലഞ്ഞും അലഞ്ഞും നടക്കുക, ഒലഞ്ഞും അലഞ്ഞും നടക്കുക. ഒരിടത്ത് ഉറച്ചിട്ടില്ല, ഒരിടത്ത് ഉറയ്ക്കാതെ ഞാനിങ്ങനെ ഒലഞ്ഞും അലഞ്ഞും നടക്കുക. ആരോ പ്രാർത്ഥിക്കുന്ന, ആരോ പറയുന്നു ഒലഞ്ഞും അലഞ്ഞും അരിക്കുക. എന്നുറയ്ക്കും, എപ്പോൾ ഉറയ്ക്കും, എന്തോ ആകും, എന്തോ ആകും, എന്തോ ആകും അറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഉറയ്ക്കേണ്ട സ്ഥാനങ്ങളിൽ ഉറയ്ക്കും. വല്ലയിടത്തുമല്ല, തോന്നിയിടത്തല്ല, ഉറയ്ക്കേണ്ട സ്ഥാനങ്ങളിൽ ഉറയ്ക്കും. ഉറച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും സ്തോത്രം എന്തോ ആയി, എന്തോ ആയി, എങ്ങനെയായി എന്ന് ചോദിക്കുന്നവർ കുനിഞ്ഞല്ല നോക്കുന്നത്, തല ഉയർത്തിയാണ് നോക്കുന്നത്. കുനിഞ്ഞല്ല നോക്കുന്നത്, തല ഉയർത്തിയാണ് നാം നോക്കുന്നത്. കുനിഞ്ഞല്ല നോക്കുന്നത്, തല ഉയർത്തിയാണ് നോക്കുന്നത്. ഈ സ്പിരിച്വൽ ജേണിയിൽ, ഈ ആത്മീയ യാത്രയിൽ നീ ഒരു മോണിമെന്റ് ആകുവാൻ വേണ്ടി പോകുകയാണ്. ചത്ത മോണിമെന്റ് അല്ല, ജീവിക്കുന്ന ഒരു മോണിമെന്റ് ആകുവാൻ വേണ്ടി പോകുക. ജീവിക്കുന്നവരെ സാക്ഷ്യമാകാൻ പോവാ, ജീവിക്കുന്നവരെ സ്മാരകമാകാൻ പോവാ. നിന്നെ ആൾക്കാർ കോട്ട് ചെയ്യാൻ പോവാ, നിന്റെ കുട്ടികളെ ആൾക്കാർ കോട്ട് ചെയ്യാൻ പോവാ, നിന്നെ കോട്ട് ചെയ്യാൻ പോവാ. നിന്റെ ദൈവം എന്ന് പറയാൻ പോവാ, ആ വീടിന്റെ ദൈവം എന്ന് പറയാൻ വേണ്ടി പോവാ. ഉറയ്ക്കേണ്ട സ്ഥാനങ്ങൾ ദൈവം തന്നെ ഉറയ്ക്കുകയാണ്. അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, നോഹയുടെ ദൈവം, മോശയുടെ ദൈവം എന്ന് പറയുന്നത് പോലെ 2022 ജനുവരി മാസത്തിൽ നിന്റെ ദൈവം എന്ന് പറയാൻ വേണ്ടി പോകുക. അതിന് മറുപടി വന്നുകൊണ്ടിരിക്കുന്നു, ജയം വന്നുകൊണ്ടിരിക്കുന്നു. ഉറക്കേണ്ട സ്ഥാനങ്ങൾ ദൈവം തന്നെ ഉറക്കുകയാണ്. എത്രയ്ക്ക് ഉലഞ്ഞു അത്രയ്ക്ക് ഉറയ്ക്കാൻ പോവാ, അത്ര ഉയരങ്ങൾ ഉറയ്ക്കാൻ പോവാ. അവനാർക്കും കടക്കാരനല്ല. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഉറയ്ക്കപ്പെട്ടെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ വലയ്ക്കപ്പെട്ടെങ്കിൽ, എവിടെയെങ്കിലും എന്താകുമെന്ന് വ്യാകുലപ്പെട്ടെങ്കിൽ, ആടി വലഞ്ഞ പെട്ടകം പോവാ. ആടി വലഞ്ഞ പെട്ടകം ഉയരുക, മേലേക്കും താഴേക്കും മുന്നോട്ടും പിന്നോട്ടും. ഇന്നത്തെ ഷിപ്പിംഗ് മെത്തേഡും മറ്റ് പരിപാടികളൊന്നുമില്ല. ആടി വലഞ്ഞ് ആ പെട്ടകം പോവാ. മുങ്ങി താണു തകർന്നു എന്ന് പറയുന്ന സ്തോത്രമാവസ്ഥയിൽ ആ പെട്ടകം പോവാ. എന്നാൽ മറ്റുള്ളവർ കണ്ട തകർച്ച നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണുകയില്ല.
മറ്റുള്ളവർ തകർന്നത് നീ കാണും. പക്ഷേ അതുപോലെ നീ തകരുന്നത് നാട്ടുകാർ കാണുകയില്ല. കാരണം നീ ഇരിക്കുന്നത് ചർച്ചിലല്ല, നീ ഇരിക്കുന്നത് കർത്താവിലാണ്. നീ ഇരിക്കുന്നത് ചർച്ചിലല്ല, നീ ഇരിക്കുന്നത് കർത്താവിലാണ്. ചർച്ചിലിരിക്കുന്നവൻ തകരാം, കർത്താവിലിരിക്കുന്നവൻ ഒരിക്കലും തകരത്തില്ല. ചർച്ചിലിരിക്കുന്നവൻ, സഭയിലിരിക്കുന്നവൻ തകരാം, പക്ഷെ ക്രിസ്തുവിലിരിക്കുന്നവൻ ഒരിക്കലും തകരത്തില്ല. ക്രിസ്തുവിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ക്രിസ്തുവിലിരിക്കുന്നവൻ ഒരിക്കലും പൊട്ടിപ്പൊളിഞ്ഞു പോകത്തില്ല. ക്രിസ്തുവിലിരിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. ക്രിസ്തുവിലിരിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല. ഉറയ്ക്കുന്നത് ഏറ്റവും മുകളിലായിരിക്കും. ഒലഞ്ഞു പോകുക. ജീവിതത്തിൻ്റെ ഉലച്ചിൽ ഒത്തിരി മുറിവുകൾ തന്നു അല്ലേ? ജീവിതത്തിൻ്റെ ഉലച്ചിലുകൾ ഒത്തിരി നിലവിളികൾ സമ്മാനിച്ചു. ജീവിതത്തിൻ്റെ ഉലച്ചിലുകൾ ഒത്തിരി കഷ്ടതകൾ തന്നു. ജീവിതത്തിൻ്റെ ഉലച്ചിലുകൾ ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും തന്നു. ജീവിതത്തിൻ്റെ ഉലച്ചിലുകൾ ഒത്തിരി കണ്ണുനീരുകൾ തന്നു. ഒരു ടാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കണ്ണുനീരന് ആ ടാങ്ക് തികയത്തില്ല. അത്രയ്ക്ക് കരഞ്ഞവർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു ടാങ്കിന് നിന്റെ കണ്ണുനീർ ഉൾക്കൊള്ളാൻ തികയത്തില്ല. അത്രയ്ക്ക് നീ ദൈവത്തിന് മുൻപിൽ കരഞ്ഞു. പക്ഷേ സ്തോത്രം ഉയരങ്ങളിൽ ഉറച്ച് ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ രമേശ് ബ്രദറെ, സ്തോത്രം ആ പെട്ടകം ജയിച്ചിരിക്കുകയാണ്. ജയിച്ച് ഉറച്ചിരിക്കുകയാണ്. അതൊരു വിക്ടറി സ്റ്റാൻഡാണ് കുട്ടി. അതൊരു വിക്ടറി സ്റ്റാൻഡാണ്. അതൊരു ജയത്തിന്റെ സ്റ്റാൻഡാണ്. അതൊരു പരാജയത്തിന്റെ സ്റ്റാൻഡല്ല. അതെന്തോ സ്റ്റാൻഡാണ്? ജയത്തിന്റെ സ്റ്റാൻഡാണ്. അതൊരു ജയത്തിന്റെ സ്റ്റാൻഡാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം നീ ഇരിക്കുന്നത് സ്തോത്രം ഒരു വിക്ടറി സ്റ്റാൻഡിലായിരിക്കും. ആർക്കും നിന്നെ പോ എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ പറ്റത്തില്ല. ഐ എം സോറി, ഞാൻ തിരുവനന്തപുരം മലയാളമായിരുന്നു പോയി പറഞ്ഞത്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, ഒരിക്കലും ആർക്കും നിന്നെ ഇറക്കി വിടാൻ പറ്റാത്തതായ വിക്ടറി സ്റ്റാൻഡിൽ ദൈവം നിന്നെ ഇരുത്തും. കാരണം അത്രയ്ക്ക് നീ ഉലഞ്ഞതാണ്, അത്രയ്ക്ക് നീ മുറിഞ്ഞതാണ്. പക്ഷെ മറ്റു പലർക്കും അതല്ല സ്ഥിതി. ഗോലിയാത്ത് മുറിഞ്ഞിട്ടില്ല. ഗോലിയാത്തിന് ഒരു മുറിവുമില്ല. ഗോലിയാത്തിന്റെ ഒരു മുറിവും സ്തോത്രം പുറത്ത് കാണുന്നില്ല. കാരണം മുഴുവൻ പടച്ചട്ടയാണ്. മുഴുവൻ ഫെലിസ്ത്യന്റെ പടച്ചട്ട കൊണ്ട് പുള്ളിയങ്ങ് പൊതിഞ്ഞിരിക്കുക. പലരും പണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ, പലരും പ്രസ്ഥാനത്തിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ, പലരും സാഹചര്യങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ, അമേരിക്കൻ ഡോളറിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ, കുവൈറ്റ് ദിനാറിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ, പണത്തിൽ പൊതിഞ്ഞിരിക്കുന്ന, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൽ പൊതിഞ്ഞിരിക്കുന്നത് പോലെ അവനത് ആർമറിൽ പൊതിഞ്ഞു നിൽക്കുകയാണ്. ആര്? ഗോലിയാത്ത്. അവൻ പടച്ചട്ടയിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ ദാവീദിനെ നോക്കുമ്പോൾ അവന് ഒരു പടച്ചട്ടയില്ല. എൻ്റെ ബോഡിയിൽ മുറിവുകളാണ്. കാര്യം ആടിനെ പിടിക്കാൻ ഓടിയപ്പോൾ വീണത്, കരടി വന്നപ്പോൾ അതിനോട് മല്ലിട്ട മുറിവ്, സിംഹം വന്നപ്പോൾ അതിനോട് മല്ലിട്ട മുറിവ്. ഇന്നലത്തെ കുറെ മുറിവുകളുമായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഇന്നലത്തെ കുറെ മുറിവ് കണ്ടോ? ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും മിണ്ടാതായത് കണ്ടോ? കാരണം ഇത് പറയാൻ സ്തോത്രം, ഇത് പറയുന്നത് പലർക്കും ഇഷ്ടമല്ല. എന്നാൽ യേശു കർത്താവ് സ്തോത്രം മുറിവുകളോടെയാണ് ഇന്ന് പകൽ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. യേശു തകർന്നല്ല ജീവിക്കുന്നത്, യേശു ജയിച്ച് ജീവിക്കുകയാണ്. പക്ഷേ അവന്റെ ശരീരത്തിൽ മുറിവുണ്ട്, ജീവിതത്തിൽ മുറിവുണ്ട്. ഏതെങ്കിലും തോമസ് പറയുന്നത് കേൾക്കുന്നു, അവിശ്വാസിയായ തോമസേ, നീ അവിശ്വാസിയാകരുത്, വിശ്വാസിയായിരിക്കും. എന്റെ ആണി പഴുതൽ സ്തോത്രം, അതെ കയ്യൊന്നിട്, എന്റെ ആണി പഴുതൽ കാട് സ്തോത്രം. പഴയ നിയമം എവിടെ പ്രസംഗിച്ചാലും തീരുന്ന കൺക്ലൂഷൻ പുതിയ നിയമത്തിലെ ക്രിസ്തുവിലാണ് തീരേണ്ടത്. ക്രിസ്തുവാണ് സുവിശേഷം. സ്തോത്രം കേൾക്ക്. സ്തോത്രം എന്റെ ആണി പഴുതൽ, അതെ വിരലിട്, നോക്ക്. സ്തോത്രം എന്റെ മുറിവെന്നോ നോക്ക്. പലരും ഫുൾ സ്ലീവൊക്കെ ഇട്ട് ഇങ്ങനെ മുറിവൊക്കെ മറച്ചാണ് പലരും നടക്കുന്നത്. വലിയ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ മതത്തിന്റെ യൂണിഫോം ഇട്ട് ഐ എം എ പെർഫെക്റ്റ് മാൻ ഓഫ് ഗോഡ്, പെർഫെക്റ്റ്, എനിക്കൊരു കുഴപ്പമില്ല, പെർഫെക്റ്റ് മാൻ ഓഫ് ഗോഡ് എന്ന കാപട്യത്തിന്റെ വേഷം കെട്ടായി തീരുമ്പോൾ യേശു കർത്താവ് പറഞ്ഞോ, എനിക്കൊരു മുറിവില്ല എന്നല്ല പറഞ്ഞ. നോക്ക് എൻ്റെ മുറിവുകൾ നോക്ക്. പക്ഷെ ഈ മുറിവിനെ എന്നെ തകർക്കാൻ പറ്റില്ല. ആ മുറിവിനെയും കല്ലറിയും പിശാചിനെയും ഒക്കെ ഞാൻ തകർത്ത് ഞാൻ ജയിച്ച് യേശുവിന്റെ നാമത്തിൽ ഇന്നലത്തെ മുറിവുകളെ മുഴുവൻ ജയിച്ച് നൽകുകയാണ്. ബ്ലീഡിങ് വന്ന് രക്തം പോയി. സ്തോത്രം. അതെ, അവൻ മരിച്ചു പോയില്ല. ആര്? ദാവീദ് മരിച്ചു പോയില്ല. യേശു കർത്താവ് മരിച്ചു പോയില്ല. കർത്താവ് യേശു സ്തോത്രം മുറിവിന്റെ നടുവിൽ അതെ അവൻ ജയിച്ചു നിൽക്കുകയാണ്. ഞാൻ അവസാനിപ്പിച്ചു. സ്തോത്രം. നോക്ക്, ദാവീദും അതുപോലെ സ്തോത്രം മുറിവേറ്റു. പക്ഷെ അവൻ അതെ ആ മുറിവിന്റെ നടുവിൽ അവൻ കവണിയും കല്ലുമായി നിൽക്കുകയാണ്. പറ, ആര് ജയിച്ചു? പടച്ചട്ട കൊണ്ട് പൊതിഞ്ഞു നിന്ന ഗോലിയാത്ത് വീണോ? പലതിൽ പൊതിഞ്ഞു നിൽക്കുന്നവൻ വീഴുന്നു. പക്ഷേ
മുറിവുകളുമായി നിന്ന, അതായത് തഴമ്പുകളുമായി നിന്ന, തഴമ്പെന്നാണോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ? എന്തോ പറയാം, തഴമ്പെന്നാണോ പറയുന്നത്? തഴമ്പുമായി നിന്നതായ, തഴമ്പിച്ചവനെന്നല്ല ഞാൻ പറഞ്ഞത്, ഇന്നലത്തെ മുറിവുകൾ. തഴമ്പെന്നാണോ പറയുന്നത് കൊച്ചിയിൽ? തഴമ്പുമായി നിന്നതായ ദാവീദ് അവൻ ജയിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്നലെ ഉലഞ്ഞതിന്റെ തഴമ്പുകളുണ്ടെങ്കിൽ, ഇന്നലകൾ ഉലഞ്ഞ, സന്തോഷപ്രദമായ ഇന്നലകൾ ഉലഞ്ഞ തഴമ്പുകളുണ്ടെങ്കിൽ, ഇന്നലകൾ ഉലഞ്ഞ തഴമ്പുകളുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ ഉലഞ്ഞ തഴമ്പുകളുണ്ടെങ്കിൽ, ഇന്നലകൾ ഉലഞ്ഞ തഴമ്പുകളുണ്ടെങ്കിൽ, ഇന്നലകൾ ഉലഞ്ഞ തഴമ്പുകളുണ്ടെങ്കിൽ, നിന്നെ താഴ്വരകളിൽ ഞാൻ നോക്കത്തില്ല, നിന്നെ കൊടുമുടികളിലെ ഞാൻ നോക്കത്തുള്ളൂ. നിന്നെ കൊടുമുടികളിലെ ഞാൻ നോക്കത്തുള്ളൂ. നിന്റെ സ്ഥാനം കൊടുമുടിയിലാണ്, നിന്റെ സ്ഥാനം കൊടുമുടിയിലാണ്, നിന്റെ സ്ഥാനം പർവ്വതങ്ങളിലാണ്, നിന്റെ സ്ഥാനം പർവ്വതങ്ങളിലാണ്. ഞാൻ നിർത്തി. ഈ ആഴ്ചക്കുള്ള പ്രവചന ദൂത് ഇതാണ്. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നിന്റെ എക്സാമിനേഷന്, നിന്റെ ഇന്റർവ്യൂവിൽ, സ്തോത്രം, നിന്റെ കുഞ്ഞിലൊക്കെ നടക്കുന്നത് അതിൻ്റെയൊക്കെ സ്ഥാനം കൊടുമുടികളിലാണ്. ഈ ആത്മീയ യാത്ര അവസാനിക്കുന്നത് കൊടുമുടിയിലാണ്. നീ അവസാനിക്കുന്നത് കൊടുമുടിയിലാണ്. നിന്റെ സ്ഥാനം, പെർമനന്റ് പോസ്റ്റ്, പെർമനന്റ് പ്ലേസ് കൊടുമുടിയിലാണ്. നീ അവസാനിക്കുന്നത് താഴ്വരയിലായിരിക്കത്തില്ല, നീ അവസാനിക്കുന്നത് കൊടുമുടിയിലായിരിക്കും. റിയലി ഐ ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഒഴിഞ്ഞ ഹാളിൽ ഇന്ന് പകലും സ്തോത്രം പെയ്തിറങ്ങിയാണ്. കമാൻ, രണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാടെ. ആരാധന, 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 ആരാധന. താഴ്വരയിൽ നിന്ന് കയറട്ടെ, താഴ്വരയിൽ നിന്ന് കയറട്ടെ. കൊടുമുടികളിൽ ഉറക്കട്ടെ, കൊടുമുടികളിൽ ഉറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആർക്കും ഇറക്കി വിടാൻ കഴിയാത്ത വിധത്തിൽ കൊടുമുടികൾ ഉറക്കട്ടെ. ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന, അങ്ങേക്കാരാധന, യേശുവേ ആരാധന, അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന. ആത്മീയ യാത്ര. He walked and ദൈവത്തോട് കൂടെ നടന്നു. He worked and ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രവർത്തിച്ചു. He waited and ദൈവകൃപയിൽ ആശ്രയിച്ച് കാത്തിരുന്നു. And he worshipped, അവൻ ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിച്ചു. ദൈവത്തോട് കൂടെ നടന്നാട്ടെ, ദൈവകൃപയിൽ ആശ്രയിച്ച് വർക്ക് ചെയ്താട്ടെ. നിന്നെ ജയിപ്പിക്കുന്ന അധ്യാപകരല്ല, നിന്നെ ജയിപ്പിക്കുന്ന കർത്താവാണ്. നിന്നെ ജയിപ്പിക്കുന്ന കർത്താവാണ്. സിൻസിയറായിട്ട് അവൻ വർക്ക് ചെയ്തു. എല്ലാ വിദ്യാർത്ഥികളും സിൻസിയറായി വർക്ക് ചെയ്യട്ടെ. എല്ലാ ദൈവദാസന്മാർ വർക്ക് ചെയ്യട്ടെ. റിസൾട്ട് തരുന്നവൻ ദൈവമാണ്. റിസൾട്ട് തരുന്നവൻ ദൈവമാണ്. ആരാ റിസൾട്ട് തരുന്നത്? ആരാ റിസൾട്ട് തരുന്നത്? ദൈവമാണ് റിസൾട്ട് തരുന്നത്. ആരാ കൊയ്ത്ത് തരുന്ന? പാസ്റ്റർമാർ പറ, ആരാ കൊയ്ത്തിന് തരുന്നത്? കൊയ്ത്തിന്റെ യജമാനാണ് കൊയ്ത്ത് തരുന്നത്. ഹി വർക്ക്ഡ്, ഹി വെയിറ്റഡ്, അവൻ പിറുപിറുക്കാതെ കാത്തിരുന്നു. പ്രാർത്ഥിക്കുന്നവരെല്ലാവരും കാത്തിരുന്നാട്ടെ. ആൻഡ് ഹി വർഷിപ്പ്, അവൻ ദൈവത്തെ ആരാധിച്ചു. അന്തരീക്ഷം മാറി, മഴ വന്നു, വെള്ളം പൊങ്ങി, ഒലഞ്ഞു. പക്ഷേ ആ യാത്ര അവസാനിച്ചത് പർവ്വതത്തിന് മുകളിലായിരുന്നു, ഉയരങ്ങളിലായിരുന്നു. മേ ബി ഞാൻ ഒത്തിരി ടു മച്ച് പ്രോസ്പെരിറ്റി ആയി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എങ്കിലും എൻ്റെ സൺഡേ സ്കൂൾ കുട്ടികൾ, എൻ്റെ യൂത്ത് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേര്, എൻ്റെ കർത്താവ് അവരെ ഇരുത്താൻ വേണ്ടി പോകുന്നത് കൊടുമുടികളിലാണ്. കൊടുമുടികളിലാണ്. അവരെ ഞാൻ പോലും കാണാൻ വേണ്ടി പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കണമെന്ന ക്രമത്തിൽ. ഓ കമാൺ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ പോലും അവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവർ ഓഫീസിന് മുൻപിൽ കാത്തിരിക്കാൻ കുറച്ച് പേരുണ്ടായിരിക്കും. അന്ന് ഞാൻ ഓർക്കും കഴിഞ്ഞ 7 ദിവസം വിവിധ ഹോട്ടലുകൾ മാറി കിടന്ന് സ്തോത്രം, ഇന്നലെ ലേറ്റ് നൈറ്റ് വീട്ടിൽ വന്ന് സ്തോത്രം ഈ ദൂത് 3 മണി വരെ ഇരുന്ന് പിക്ക് ചെയ്ത് കൊടുമുടിയിൽ അവസാനിക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ഞാൻ ഓർക്കും 2022 ജനുവരി മാസം 16-ാം തീയതി ഞാൻ പറഞ്ഞത് പ്രസംഗമല്ല, ഞാൻ പറഞ്ഞ ഒരു പ്രവചനമാണ്. യേശുവിൻ്റെ നാമത്തിൽ കൊടുമുടികളിൽ ഇരുത്തുന്നവനായ ദൈവം. ആത്മീയ യാത്ര. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര മാതാപിതാക്കൾ വിശ്വസിക്കുന്നു? ആ വീട്ടിൽ നല്ല മാതാപിതാക്കൾ അതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. യേശുവിൻ്റെ നാമത്തിൽ
രമേശ് മുന്നോട്ട് കടന്നു വരാം. ഈ ജനത്തെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആത്മീയ യാത്രയാണ്. ഈ യാത്രയിൽ വലിയ ഡേഞ്ചർ ഉണ്ടായിരിക്കും. ഈ യാത്രയിൽ സ്തോത്രം പലതരത്തിലുള്ള ഒലച്ചിലുകൾ വരും. ഈ യാത്രയിൽ ചിലപ്പോൾ പല ഡിസ്കറേജ്മെൻ്റ് വരും. പക്ഷേ എങ്കിലും നമ്മൾ ഒരിക്കലും സ്തോത്രം വലഞ്ഞു പോകത്തില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകത്തില്ല. എത്തിക്കേണ്ട സ്ഥാനങ്ങളിൽ നോഹയുടെ ദൈവം നിന്നെയും എത്തിക്കുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലെസ് യു. വൈകിട്ട് സൂം മീറ്റിംഗ് 7 മണിക്ക് ആരംഭിക്കും. 7 മണിക്ക് സൂം മീറ്റിംഗ് ആരംഭിക്കും. ആഫ്റ്റർനൂൺ സർവീസസ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഒരിക്കൽ കൂടെ വളരെ വ്യസനത്തോടെ ഓർപ്പിക്കട്ടെ. ഓൺലൈനിലായിരിക്കും ഈ ദിവസങ്ങൾ നമ്മൾ കൂടുന്നത്. ഗോഡ് ബി വിത്ത് യു. ബൈ ബൈ. ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. പ്രിയപിതാവേ, അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വലിയൊരു സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഓൺലൈനിൽ കർത്താവെ ശ്രദ്ധിക്കുന്ന അനേക കുടുംബങ്ങൾ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നോഹ എന്ത് പ്രീച്ച് ചെയ്തോ, നോഹ എന്തിനു വേണ്ടി നിന്നോ, അത് നോഹയെ കുടുംബത്തെ ഉയർത്തിയതുപോലെ കർത്താവെ, എന്ത് ഞങ്ങൾ പ്രസംഗിക്കുന്നു, എന്തിനു വേണ്ടി ജീവിക്കുന്നോ, എന്ത് ഞങ്ങൾ വഹിക്കുന്നോ, അത് ഈ കാലഘട്ടത്തിൽ സഭകളെ, അഭിഷക്തന്മാരെ, കുടുംബങ്ങളെ ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ലോകം റീച്ച് ചെയ്യാൻ പറ്റാത്ത അൺറീച്ച് പ്ലേസുകളിൽ കർത്താവെ സഭകളെ ഉറപ്പിക്കാൻ പോകുന്ന, കുടുംബങ്ങളെ ഉറപ്പിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പകൽ കർത്താവ് എല്ലാ അൺസർട്ടനിറ്റികളിൽ നിന്നും കർത്താവെ ഒരു വലിയ ക്ലാരിറ്റിയോടെ അനേക ഫാമിലികളെ, കുടുംബങ്ങളെ കർത്താവെ ഉറപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ അഭിഷക്തനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേ, ഞങ്ങൾ അവരെ കർത്താവെ ദാസനെ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ കർത്താവെ ഇന്ന് പകലിൽ ആ ദൂത് അതുപോലെ അവിടെ മേൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഈ ലോകം കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത് അങ്ങ് കർത്താവെ സംസാരിക്കാൻ പോകുന്നല്ലോ. അനേക നോഹമാരെ അതിനുവേണ്ടി കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. യോവേൽ പ്രവചനത്തിൽ കർത്താവെ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും എന്നതുപോലെ കർത്താവെ, ആമേൻ, കഴിഞ്ഞ തലമുറ കണ്ടിട്ടില്ലാത്തത്, ഇന്ന് ലോകം കണ്ടിട്ടില്ലാത്തത്, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ലോകത്തോട് സംസാരിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനുവേണ്ടി നിൽക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ജനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേക നോഹ ഫാമിലികളെ എഴുന്നേൽക്ക് വരട്ടെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. അവരെ കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ തലമുറകളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഉയർത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കഴിവിനൊക്കെ അപ്പുറത്ത് വെള്ളം കർത്താവെ പെട്ടകത്ത് ഉയർത്തി ഉയർത്തി കൊണ്ടുപോയതുപോലെ കർത്താവെ ഈ കാലഘട്ടത്തിൽ അനേക ഫാമിലികളെ, അനേക സഭകളെ, മിനിസ്ട്രികളെ കർത്താവ് ലോകം കാണുന്ന പോലെ, ലോകം ഞെട്ടി വിറയ്ക്കുന്ന തരത്തിൽ അങ്ങയുടെ മഹത്വം അനേക കുടുംബങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. തലമുറകളെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുഴുവൻ മഹത്വം കർത്താവിന്, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹപുത്രനായ ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, കൂട്ടായ്മ കേട്ട വചനത്തോടും കർത്താവിൻ്റെ വരവോളം നിത്യതയോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. Hallelujah. വ്യാധിയെ നീ കീഴടങ്ങിടും, എന്മേലോ നീ നിഷ്ഫലമായി